ആമീൻ. വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊക്കെയും നമ്മൾ എടുക്കുവാനിടയായി. അത് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി, അനേകർ വിളിക്കുവാനിടയായി. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിലും അത് തുടർമാനമായി കടന്നു പോകപ്പെടുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറണം. നമ്മൾ ആരായി മാറണം? യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറണം. യേശു ആഗ്രഹിക്കുന്നു നമ്മൾ ക്രിസ്തുവിൻ്റെ നല്ല ഭടന്മാരായി മാറണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തിനെ എപ്പോഴും നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിനകത്ത് തരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് ഗ്രഹിക്കാനുള്ള കൃപ തരുമ്പോൾ, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിയണം, യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാ ശക്തി ഒരു വ്യക്തി ജീവിതത്തിൽ ഇടപെടുമ്പോൾ അവിടെ വിടുതൽ നടക്കുമോ? നടക്കുമല്ലേ? അത്ഭുതങ്ങൾ നടക്കും. മറിയത്തിൻ്റെ മേൽ വന്നപ്പോൾ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് വരുമ്പോൾ മോശയുടെ കയ്യിലിരുന്ന വടിയെ കാണിക്കുന്നു. അവിടുന്ന് ഏലിയാവിൻ്റെ മേലിരുന്ന പുതപ്പ് എലീശയുടെ മേൽ വന്നപ്പോൾ യോർദാൻ വഴിമാറുന്നു. ഇതേ പരിശുദ്ധാത്മാവിനെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെടുവീനും, നിങ്ങൾ രോഗികളുടെ മേൽ കരം വെച്ചാൽ രോഗികൾ സൗഖ്യമായി വരും, ഭൂതഗ്രസ്തർ വിടുവിക്കപ്പെടും. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് വരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ എവിടെ വെളിപ്പെട്ടാലും അവിടെയെല്ലാം ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ഉണ്ടാകും. ഹല്ലേലൂയ. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. ഇന്ന് സൗഖ്യത്തിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് സൗഖ്യമായി മാറും. ഹല്ലേലൂയ. ഒരു വിടുതലിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വിടുതലിലേക്ക്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറഞ്ഞ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം അത് വെറുതെ മടങ്ങി വരുന്ന വചനമല്ല, അത് കാര്യം സാധിപ്പിച്ചു വരുന്ന വചനമാണ്. ഹല്ലേലൂയ. ആത്മാവ് എവിടെല്ലാം മൂവ് ചെയ്യുന്നോ, ആത്മാവ് എവിടെല്ലാം ചലിക്കപ്പെടുന്നു, അവിടെ എല്ലാം അത്ഭുതകരമായ വിടുതലുകളെ നടക്കും. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയും നമ്മുടെ മേൽ ഉണ്ടാകണമെന്ന് വരികിൽ, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ആത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടണം. ഹല്ലേലൂയ. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ യേശു കർത്താവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞു പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പരിശുദ്ധാത്മാവിനാലും. നിങ്ങൾ എൻ്റെ കൂടെ സംസാരിച്ചു പോകുന്നതാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തുവാൻ അത്രേ യേശു കർത്താവ് വരുന്നത്. യേശു കർത്താവിനെ പറ്റി പറയുവാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തുവാൻ വരുന്നവൻ അത്രേ. യോഹന്നാൻ്റെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എടുക്കണ്ട, 7:38-39 വാക്യങ്ങളിലൊക്കെ വരുമ്പോൾ അവിടെ എഴുതപ്പെടുന്നു, യേശു കർത്താവ് തേജസ്കരിക്കപ്പെട്ടിട്ടില്ല, ആയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയുന്നു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി എന്ത് ചെയ്യണം? നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും നീതിയിലും അവനെന്ത് ചെയ്യും? നിങ്ങളെ വഴി നടത്തുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ആമീൻ, സത്യത്തിലും നീതിയിലും വഴി നടത്തും. ഹല്ലേലൂയ. അപ്പൊ എന്തിനെക്കുറിച്ച്? യേശു കർത്താവിന്റെ വരവിന്റെ ലക്ഷ്യം എന്താണ്? യേശുവിന്റെ വരവിന്റെ ലക്ഷ്യം പാപമില്ലാത്ത ലോകം. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത അവിടെ പാപമില്ലാത്ത ഒരു ലോകത്തെ ഉണ്ടാകുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു, അത് വിശുദ്ധിയുടെ ആത്മാവാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ എന്തിനെ കുറിച്ച് പറയണം? യേശുവിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പഴയ നിയമ കാലഘട്ടം മുതൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറഞ്ഞു നിർത്തുന്നു. യോഹന്നാൻ ആരെ കുറിച്ച് പറയുന്നു? യേശുവിനെ കുറിച്ച് പറയുന്നു. യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? യേശുവിനെ കുറിച്ച് പറഞ്ഞത് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് പറഞ്ഞു നിർത്തി. യേശു കർത്താവ് വന്നു, ഈ ഭൂമിയിൽ വന്നു. പിതാവിനെ കുറിച്ച് പറഞ്ഞു. യേശു കർത്താവ് ഒന്നിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദൈവരാജ്യത്തെ കുറിച്ച് യേശു പ്രസംഗിച്ചു തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ആമീൻ, ഹല്ലേലൂയ, യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ, യേശു കർത്താവ് ഉയർത്തപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞു, ആമീൻ, ഞാൻ ദുഷ്ടന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും, 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേറ്റ് യേശു പറയും, ഞാൻ സ്വർഗത്തിലേക്ക് പോകും, എൻ്റെ പിതാവിന് അനേക വാസസ്ഥലമുണ്ട്. ഹല്ലേലൂയ. ആ വാസസ്ഥലം ഒരുക്കിയതിനു ശേഷം ഞാൻ മടങ്ങി വരും. ആരെ ചേർക്കുവാൻ?
നമ്മളെ ചേർക്കുവാൻ. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മണവാളന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനം. ആമീൻ. അത് മണവാളന് യോഗ്യമാമണ്ണം നടന്ന്, ഹല്ലേലൂയ, മണവാളന് യോഗ്യമാമണ്ണം നടന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ വരവിൽ അവനോടുകൂടെ കാണപ്പെടേണ്ടവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എല്ലാറ്റിനുമായി ഞാൻ സ്തോത്രം ചെയ്തു. എന്നാൽ നിങ്ങൾ എന്നീ പകൽക്കാലം വരണം. അകത്ത് ഞാനൊന്ന് ചെറുതായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേച്ച് ഞാൻ വചനത്തിലേക്ക് കിടക്കുക. ഞാനൊരു ഇന്ദി ഭൂഷൺ എടുത്ത ഒരു അധ്യാപകനായെന്നിരിക്കട്ടെ. ഇന്ദി ഭൂഷൺ എടുത്ത അധ്യാപകൻ, ഞാൻ ഇന്ദി ഭൂഷൺ ഒന്നും എടുത്ത ആളല്ല. ഇന്ദി ഭൂഷൺ എടുത്ത ഒരു അധ്യാപകൻ എന്ന് ഇരിക്കട്ടെ. എന്നെ ഒരു സ്കൂളിലേക്ക്, ഞാൻ നിങ്ങൾക്കൊന്ന് പിടികിട്ടാനാണ് പറഞ്ഞത്, എന്നെ ഒരു ഹൈസ്കൂളിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി വിടുക. ഞാൻ അവിടെ ഏത് സബ്ജക്റ്റ് പ്രസംഗിക്കണം, അല്ല ഏത് സബ്ജക്റ്റ് ക്ലാസ് എടുക്കണം? എൻ്റെ കൂടെ നിന്ന് വന്നേ നിങ്ങൾ. ഹിന്ദിയല്ലേ പറയണ്ടേ? ഞാൻ എന്താ പഠിച്ചിട്ട് പോയേ? ഞാൻ പഠിച്ചത് എന്താ? ഹിന്ദി ഭൂഷൺ. എന്നെ ആ സ്കൂളുകാർ തിരഞ്ഞെടുത്തത് എന്തിനെ കുറിച്ചാ? നിങ്ങൾ എൻ്റെ കൂടെ വന്നാലേ ഇവിടെ. എന്നെ ആ സ്കൂളിൽ കൊണ്ടേ നിർത്തിയിരിക്കുന്നത് എന്തിനെ കുറിച്ച് പറയാനാ? ഹിന്ദി പഠിപ്പിക്കാനാ, അല്ലേ? അപ്പോൾ എന്നെ ആ സ്കൂളിലോട്ട് തിരഞ്ഞെടുത്തേക്കുന്നത് എന്തിനെ കുറിച്ച് പറയാനാ? ഹിന്ദി പഠിപ്പിക്കാനാ. ഞാൻ ആ സ്കൂളിൽ ചെന്നു, ഞാൻ മലയാളമേ പറയുള്ളൂ, മലയാളമേ പഠിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സ്കൂളുകാർക്ക് ആവശ്യമുണ്ടോ? എന്നെ തിരഞ്ഞെടുത്തത്, എന്നെ അവിടെ കൊണ്ടാക്കിയേക്കുന്നത് എന്തിനെ കുറിച്ച് പറയാനാ? ഹിന്ദി ക്ലാസ് എടുക്കാൻ എന്നെ ആക്കി. പക്ഷേ ഞാൻ ചെന്നിട്ട് അന്നോട്ട് മലയാളം പുസ്തകം തുടങ്ങി മലയാളത്തിന് ക്ലാസ് എടുക്കുക. എത്ര ദിവസം എന്നെ കരുതും? കുറച്ച് നാൾ ശ്രമിക്കുക. അതിനുശേഷം എന്നെ എന്ത് ചെയ്യും? അവിടുന്ന് പറഞ്ഞു വിടും. കാരണം എന്താ? എന്നെ ഏൽപ്പിച്ചത് ആ വേല ഞാൻ എന്ത് ചെയ്യുന്നില്ല. ഇന്ന് പകല് നമ്മുടെ അറിയണം, ദൈവസഭകൾക്കകത്ത് അത്ഭുതകരമായി വിടുതലുകൾ നടക്കാതിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ പാപത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചും പ്രസംഗിക്കപ്പെടാത്തതുകൊണ്ട് ആ ദൈവസഭകളിൽ അത്ഭുതങ്ങൾ നടക്കുന്നില്ല. ദൈവസഭകളിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തപ്പെടണം. യേശു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തപ്പെടുമ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് എന്തിനു വന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടി വന്നു എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ യേശു കർത്താവിൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു രക്ഷകനിലേക്ക് അടുത്തു വരുമ്പോൾ, രക്ഷകൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയണം ഏതിൽ രക്ഷകൻ? സകലത്തിലും രക്ഷകനായി മാറും. അവിടെ വചനം പറയുന്നു, നീ ലജ്ജിപ്പാൻ ഇടവരാത്ത ഒരു നാമമേ ഉള്ളൂ, അത് യേശു കർത്താവിൻ്റെ നാമമാ. ഹല്ലേലൂയ. ഈ ഭൂമി നീ ലജ്ജിക്കപ്പെടാതിരിക്കണമെന്ന് വരികിൽ, അല്ലെങ്കിൽ നിന്റെ തലമുറകൾ ലജ്ജിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഒരുവന്റെ നാമത്തെ എത്രത്തോളം ഉയർത്താവോ, എത്രത്തോളം മഹത്വം കൊടുക്കാവോ, ഹല്ലേലൂയ, നീ പ്രതീക്ഷയോടെ കാത്തിരിക്കും യേശു കർത്താവിനെ ആണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയേണ്ടത് യേശുവിന്റെ വരവിനെ പ്രസംഗിക്കപ്പെടണം. അല്ലെങ്കിൽ അവന്റെ പരിശുദ്ധാത്മാവിനെ പ്രസംഗിക്കപ്പെടണം. അല്ലെങ്കിൽ അവന്റെ നീതിയെ കുറിച്ച് പ്രസംഗിക്കണം. അല്ലെങ്കിൽ ലോകത്തിന് ബോധ്യം വരുത്തണം. ഹല്ലേലൂയ. ഇന്ന് പകൽ മോശയെ കുറിച്ച് പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കേണ്ടത്, യേശുവിനെ കുറിച്ച് പറയുവാനായിരിക്കണം. ഹല്ലേലൂയ. ഒരുവനേ ഉള്ളൂ എനിക്ക് വേണ്ടി കാൽവറി കുറിച്ച് തകർക്കപ്പെട്ടത്, ഒരുവനേ ഉള്ളൂ എനിക്ക് വേണ്ടി രക്തം ചീന്തിയത്, ഒരുവനേ ഉള്ളൂ എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തത്. അവന്റെ പേരത്ര നസറാണ് യേശു കർത്താവ്. ആ യേശു കർത്താവിനെ ഹല്ലേലൂയ എവിടെ ഉയർത്തപ്പെടുന്നോ അവിടെ അത്ഭുതകരമായ വിടുതലുകളെ നടന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി എവിടെ വെളിപ്പെടുന്നുവോ, ആത്മാവിന്റെ സാന്നിധ്യം എവിടെ വെളിപ്പെടുന്നുവോ അവിടെ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ പകരുമെന്ന് ഈ പ്രവാചകന്മാർ എഴുതി വെച്ചത് ഇന്ന് സാധിച്ചു എന്ന് പറയുന്നതിന്റെ കാരണം അവൻ പറയുന്നു, പരിശുദ്ധാത്മാവിലാലോ തീയാലുമുള്ള സ്നാനത്തെ കുറിച്ച് പറയുന്നു. പരിശുദ്ധാത്മാവ് പാപത്തെ കുറിച്ച് ബോധിപ്പിക്കുന്നെങ്കിൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങിയാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവന്റെ ആത്മാവ്. അതിനെ കണ്ടുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാ. ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിയണം, ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകരുവാൻ തുടങ്ങിയാൽ, ഒരുവന്റെ മേൽ ആത്മാവിനെ പകരുവാൻ തുടങ്ങിയാൽ അവന്റെ സ്ഥിതിയെ ദൈവം തമ്പുരാൻ മാറ്റി എഴുതി കളയും. ഈ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ഞാൻ രക്ഷയിലേക്ക് വരുമ്പോൾ കേട്ട ഒരു ശബ്ദമുണ്ട്, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അത്ഭുതങ്ങൾ നടക്കുന്നത്, അടയാളങ്ങൾ നടക്കുന്നത് മനുഷ്യന്റെ കഴിവല്ല, അത് സ്വർഗത്തിന്റെ ആത്മാവിനാ. ഒരു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാ. പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഇന്ന് പകൽ ഞാൻ നടത്തപ്പെടുന്നത് ക്രിസ്തുവിന്റെ ആത്മാവിനാല. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും.
ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, പൗലോസ് അണലിയെ കുടഞ്ഞു കളഞ്ഞെങ്കിൽ ഇന്ന് ചരിത്രം ദൈവം തമ്പുരാൻ മാറ്റുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രതികൂലമായി നിൽക്കുന്നതിനെ ചിലതിനെ ഇന്ന് കുടഞ്ഞു കളയുക. ദൈവം തമ്പുരാൻ കൃപ ചെയ്യാൻ പോകുക. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, ആത്മാവുള്ളിടത്ത് അത്ഭുതമുണ്ട്, ആത്മാവുള്ളിടത്ത് വിടുതലുണ്ട്. ഇന്ന് 9th വിധവയുടെ മുന്നേ ചെല്ലപ്പെടും. ആത്മാവുള്ള ഒരുവൻ പറയുക, ആത്മാവുള്ള ഒരുവൻ വിളിച്ചു പറയുക. ബാല്യക്കാരന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആമി മഞ്ച ചുമക്കുന്നവനോട് പറഞ്ഞു, അവിടെ നിൽക്കുക. ഞാൻ അവൻ കരം തൊട്ടപ്പോ ആമി ബാല്യക്കാരെ ചാടിയെടുത്തോ, മരിച്ചവൻ ചാടിയെടുത്തെങ്കിൽ ശാപത്തെ അഴിയുന്നത് അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോ, ബന്ധനങ്ങൾ അഴിയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. യേശുവിന്റെ നാമത്തിന് ശക്തി വ്യാപരിക്കട്ടെ. അത് ഭവനങ്ങളിൽ വെളിപ്പെടട്ടെ, അത് തലമുറകളിൽ വെളിപ്പെടട്ടെ, അത് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. ആത്മാവിന്റെ ശക്തിയോ ഇന്ന് പകൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ആത്മാവിന് മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യവുമില്ല. ആത്മാവ് ബലമേറിയതാ. ആത്മാവിന് വരുവാനുള്ള കാലങ്ങളെ കുറിച്ച് പ്രവചിക്കാൻ പറ്റും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു 2021 നമ്മുടെ യൂട്യൂബിനകത്ത് കാണുമായിരുന്നു. 2021 എനിക്ക് തോന്നുന്നത് TV ചാനലിനകത്തൊക്കെ അന്ന് രാഹുൽ മാങ്കൂട്ടം, അന്ന് ഞാൻ പറഞ്ഞത് പ്രവചനം പറഞ്ഞത് രാജേഷ് മാങ്കൂട്ടം എന്തോ ആയിരുന്നു, പേര് മാറിപ്പോയി. ആരോടൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ അതങ്ങനല്ല. ആ സമയത്ത് ഒരു പ്രവചന ശബ്ദം അന്ന് വെളിപ്പെട്ട് പറഞ്ഞായിരുന്നു, കേരളത്തിനകത്ത് ഒരു 3ാം മുന്നണി ഉണ്ടാകും. കേരളത്തിനകത്തൊരു 3ാം മുന്നണിയാകും. അന്ന് പറയുന്നത്, അന്ന് രാഹുൽ എന്നുള്ള പറഞ്ഞ രാജേഷ് എന്നാ പറഞ്ഞത്, തെറ്റിപ്പോയായിരുന്നു. അന്ന് രാജേഷ് മാങ്കൂട്ടം, അന്ന് പുള്ളിക്കാരനെ അറിയപ്പെടുന്ന പോലും ആളല്ല. അന്ന് ടി വി പ്രോഗ്രാമിനൊക്കെ ഈ മനുഷ്യൻ്റെ മുന്നിൽ ഒരു സ്റ്റേറ്റ് കാറിൽ ഈ മനുഷ്യൻ യാത്ര ചെയ്യുന്ന ഒരു കാഴ്ചയും MP സ്ഥാനത്തിരിക്കുന്ന ഷാഫിയെക്കുറിച്ചും അന്നൊരു പ്രവചന ശബ്ദം വെളിപ്പെടുത്താൻ ഇന്ന് ആത്മാവിനകത്ത് ഒന്നുകൂടെ പറയുക. കാരണം ഈ ദിവസങ്ങളിൽ അത് ന്യൂസ് പുറത്തോട്ട് വരുന്നതിന് മുമ്പ് ആത്മാവ് വെളിപ്പെടുത്തുന്ന പറയുക, ഈ കേരളത്തിനകത്തൊരു 3ാം മുന്നണി ഉണ്ടാകും അന്ന് പറഞ്ഞെങ്കിൽ അധികം കാലം താമസിക്കാതെ ഉണ്ടാകും. അത് പുതുപ്പള്ളിയിൽ നിൽക്കുന്ന ഒരു നേതാവിൻ്റെ പേരോടുകൂടെ ഒരു 3ാം മുന്നണി കേരളത്തിനകത്ത് വരും. ആത്മാവിൻ്റെ ഒരു പ്രവചന ശബ്ദത്തിനകത്ത് ഞാൻ വിളിച്ചു പറയുക, അല്ലെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നതിനെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ആത്മാവിന് മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യമില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ഈ പരിശുദ്ധാത്മ ശക്തി നിങ്ങളുടെ മേൽ വന്നാൽ, ഈ പരിശുദ്ധാത്മ ശക്തി മേൽ വന്നാൽ ഇന്ന് പകൽ എഴുതിപ്പിച്ച് യോർദാൻ നിങ്ങളുടെ മുന്നേ വഴിമാറാൻ തുടങ്ങും. ഇന്നലെ വരെ കണ്ണുനീരൊഴുക്കിയത് നിന്റെ ജീവിതത്തിനകത്ത് വഴിമാറാൻ തുടങ്ങും. ഇന്നലെ വരെ കണ്ടതിനകത്ത് അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഒരുവന്റെ മേൽ പരിശുദ്ധാത്മ ശക്തി പകരപ്പെടുവാൻ തുടങ്ങിയ, ഒരുവന്റെ മേൽ ആത്മാവിന്റെ ശക്തി പകരപ്പെടുവാൻ തുടങ്ങിയ, ഒരുവന്റെ മേൽ അവന്റെ ജീവൻ പകരപ്പെടുവാൻ തുടങ്ങിയ, അവൻ ആള് മാറിയവനെ പോലാകുമെന്ന് ഇന്ന് വിശ്വസിക്കുക. മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ആത്മാവിന്റെ ഒരു നിറവ് എവിടെ വെളിപ്പെടുന്നു അവിടെ അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസം? ഇന്ന് പകൽ ആത്മാവിനകത്ത് തിരിച്ചറിയണം, പരിശുദ്ധാത്മ ശക്തിക്കകത്ത് അപ്പോസ്തലനായ പൗലോസ് ശുശ്രൂഷിച്ചു തുടങ്ങുമ്പോൾ, ആത്മാവിന്റെ ശക്തി വെളിപ്പെടുകയോ, ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന മുടന്തനെ കണ്ടപ്പോ പൗലോസിന് മനസ്സിലായി ഇവന്റെ മേൽ വചനം ചലിക്കപ്പെടുവാൻ തുടങ്ങി. അവനോട് പറഞ്ഞു, ചാടി എഴുന്നേക്കാൻ പറഞ്ഞപ്പോ അവന്റെ നരിയാണികൾ ഉയർപ്പിച്ചെങ്കിൽ ഇന്ന് ഈ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയുക, നിന്റെ ഭവനത്തിനകത്ത് തലമുറയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയ, ആത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങിയ, ഇന്ന് പോലെ നീ കണ്ടിട്ടില്ലാത്തത് സ്വർഗം നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് പകൽക്കാലം ആത്മാവിനകത്ത് ഞാൻ പറയാം, മുടങ്ങി കിടക്കുമെന്ന് പറയുന്നല്ല, രോഗിയായി കിടക്കുമെന്ന് പറയുന്നല്ല, ഇന്ന് കട്ടിലെടുത്ത് നടക്കുവാൻ പറയുന്ന കൃപയായി ഇന്ന് പകലിൽ. ഹല്ലേലൂയ. മുടങ്ങി കിടന്നെന്ന് പറയുവാനല്ല, തളർന്നു പോയെന്ന് പറയുവാനല്ല, ഇന്ന് കട്ടിലെടുത്ത് നടക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ പരിശുദ്ധാത്മ ശക്തി എവിടെ വെളിപ്പെടുവാൻ തുടങ്ങുന്നു അവിടെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പരിശുദ്ധാത്മ ശക്തി വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് ആത്മാവിനകത്ത് ഞാൻ പറയാ, നല്ല നെല്ല് പത്താഴത്തിനകത്തിരുന്ന കൊല്ലത്തിരിക്കുന്ന എലി തന്നെ വരും. എൻ്റെ കൂടെ ഉണ്ടോ? നല്ല നെല്ല്
അത്താഴത്തിനകത്ത് വെച്ച ആമെ കൊല്ലത്തിരിക്കുന്ന എലി തപ്പി വരും. നിന്റെ മേലിരിക്കുന്ന കൃപയെ ദേശം അറിയാൻ തുടങ്ങിയ അമേരിക്കയിൽ ഇരിക്കുന്ന സായിപ്പ് നിന്നെ തേടി വരും. നീ സായിപ്പിനെ തേടി പോകണ്ട. ഓ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്റെ മേൽ ദൈവം ഒരു ശക്തിയെ പകർന്ന, ദൈവം നിന്റെ മേൽ ഒരു ശക്തിയെ പകർന്ന ഇന്ന് പകൽ നീ അറിയണ്ട. ആമി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ നിന്നെ തേടി വരുന്നൊരു കാലമുണ്ട്. കാരണം യേശു പറഞ്ഞു, ആമി മലയിലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. ആമി ദൈവം നിന്നെ വിളിച്ചതാണെങ്കിൽ നീ മറഞ്ഞിരിക്കുവാനുള്ളതല്ല, ദൈവം നിന്നെ വെളിപ്പെടുത്തുവാനുള്ളതാ. ഹല്ലേലൂയ. ആത്മാവിനകത്ത് ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടുമ്പോൾ, ആത്മാവിന്റെ നിറവ് വെളിപ്പെടുമ്പോൾ, ആത്മാവിന്റെ നിയോഗം വെളിപ്പെടും. അപ്പോൾ യേശു കർത്താവിന്റെ തുടരാൻ പോവാ. യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് മുന്നവേ ഉള്ള പ്രവാചകന്മാർ പറഞ്ഞു വെച്ചു. യേശുവിനെ ഞാൻ പറഞ്ഞു, യേശു വന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞു, ആരെ പ്രസംഗിക്കണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് യേശു കർത്താവിനെ കുറിച്ച് പറയാൻ പോവുക. യേശു കർത്താവ് എന്താണ് യേശു കർത്താവ് ബേസ് ചെയ്ത് വന്നത്? മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 39-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം യേശു പറയാൻ വന്നതിനെ കുറിച്ച് പറയുക. യേശു പറയാൻ വന്ന മത്തായിയുടെ സുവിശേഷം എഴുതിയെടുക്കുന്നവർ എഴുതിയെടുക്കുക. 39-ാമത്തെ വാക്യം. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുന്നില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. മനുഷ്യപുത്രൻ ഭൂമിയുടെ അടിയിൽ 3 രാവും 3 പകലും ഇരുന്നു. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനായിലും വലിയവൻ തെക്കേ ഇവിടെ യേശുവിനെ കുറിച്ച് പറയുക. യോനായെ ദിനവയിലേക്ക് ദൈവം തമ്പുരാൻ അയക്കുന്നു. തർശീസിലേക്ക് യോന ഓടിപ്പോയി. ഞാൻ ഒരു കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി ഒരു മെസ്സേജ് എഴുതി, പിന്നെ ഒത്തിരി നമുക്ക് എടുക്കാൻ സമയക്കുറവാണ്. അപ്പോൾ തർശീസിലേക്ക് യോനായെ എങ്ങോട്ട് അയച്ചു? എൻ്റെ കൂടെ നിന്ന് പറഞ്ഞേ. യോനായെ എവിടേക്ക് ദൈവം അയച്ചത്? നിനവയിലേക്ക്. യോന പോയതോ? ഇതാ ഇപ്പോഴത്തെ സുവിശേഷം. പോകുന്നത് ഈ മേഖലയിലാണ്. നിനവയിലേക്ക് പോകാനുള്ള തർശീസിലേക്ക് പോയി. അബ്രഹാമിനെ പിടിച്ചു, മോശയെ പിടിച്ചു, അതിലൂടെ പോയി. ആരെക്കുറിച്ച് പറയണം? യേശുവിനെ കുറിച്ച് പറയണം. എന്തിനെ കുറിച്ച് പറയണം? യേശു കർത്താവ് വരാറായി എന്ന് വിളിച്ചു പറയണം. ഇപ്പം പോയി മോട്ടിവേഷൻ ക്ലാസ് ആയി. നിന്റെ കുഞ്ഞ് ഇപ്പം പോവും ഗൾഫിൽ, ഒരിടത്തും പോകത്തില്ല. 10 വർഷമായിട്ട് കയ്യോടിയോടി വീഴുക, നടക്കത്തില്ല. നിന്നിലേക്ക് ആത്മാവ് വരുമ്പോ, നിന്നിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ആത്മാവ് വരും. ആമേൻ. അകത്ത് വെടികെട്ടുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. അതിനൊരു ഉപദേശിയുടെ കൈവപ്പ് വേണ്ട. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോ നിന്റെ വാതിലുകൾ തകതകാൻ ദൈവം തമ്മിൽ തുറന്നു വിടും. ആമേൻ. ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാ. ഹല്ലേലൂയ. ആത്മാവിന്റെ നടത്തിപ്പ് എവിടെ? അപ്പൊ യോന എങ്ങോട്ട് പോയി? തർശീസിലേക്ക് പോയി. അവിടെ പറയാൻ ഏൽപ്പിച്ച കാര്യം എന്നാ? നിനവെ ചെന്നിട്ട് പറഞ്ഞു, നിനവക്കാരെ മാനസാന്തരപ്പെടുവീൻ, ഇല്ലെങ്കിൽ ഈ ദേശം മുടിയാൻ പോകുക. ഇതിനെ ആര് കൈക്കൊണ്ടില്ല? യോന കൈക്കൊണ്ടില്ല. യോന ഓടിപ്പോയി തർശീസിലേക്ക്. എന്നാ ദൈവം തമ്പുരാൻ ഓടിച്ചിട്ട് പിടിച്ചു. നിന്റെ മേലിരിക്കുന്ന ദൗത്യം അങ്ങനെ തന്നെ ആണെങ്കിൽ ദൈവം തമ്പുരാൻ പിടിക്കും. ഇന്ന് പകലോട് നീ എത്ര ഓടിയാലും തമ്പുരാൻ നിന്നെ പിടിക്കും. ഇന്ന് പകലോർത്ത് നീ എവിടെ ഒളിച്ചാലും തമ്പുരാൻ നിന്നെ പിടിക്കും. ആമ കടലാമയുടെ വയറ്റി ഇടണമെങ്കിൽ നിന്നെ അവിടെ ഇരുത്തി അയ്യം വിളിക്കും. ഇന്ന് ചിലർ അയ്യം വിളിക്കുന്നുണ്ട്. ഓർത്തോ, മടങ്ങി വരവിന്റെ സമയം വെളിപ്പെട്ട് നിൽക്കുകയാ. ആമേ, ചില അയ്യം വിളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അറിഞ്ഞോ, ആമേ, ദൈവം നിന്റെ മേലിട്ടിരിക്കുന്ന ദൗത്യം, ദൈവം നിന്റെ മേലിട്ടിരിക്കുന്ന പദ്ധതി വലുതായതുകൊണ്ട് ഈ നാളുകളിൽ തമ്പുരാൻ നിന്നെ പുറത്തേക്ക് ഇറക്കും. നീ നിനവേലേക്ക് തന്നെ പോകും. ഇവിടെ ബൈബിൾ പറയുകയാണ്. അമ്മ ഇവിടെ തന്നെ പറഞ്ഞേ, അമ്മ യോനായെ ദൈവം തമ്പുരാൻ പിടിച്ചു. തിരിച്ച് അങ്ങനെയാണ് കടലിൽ കളഞ്ഞു. ഒത്തിരി സമയം പോകും. അപ്പോൾ കടലിൽ കളഞ്ഞ് അവിടുന്ന് മാമി കരയ്ക്ക് വന്നു. ഈ ആശാൻ എന്നെ അടുത്തു നിനവയ്ക്ക് പോയി.
നിനവയ്ക്ക് പോയിട്ട് അവിടെ പറയുന്ന വാക്ക് തന്നെ 41 ഒന്ന് വായിച്ചേ. നിനവക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ടു, മാനസാന്തരപ്പെട്ടുവല്ലോ. അപ്പൊ യോനായെ അയച്ചത് ആരാണ്? ദൈവമാ. ഏത് ആത്മാവിനാൽ അയച്ചു? കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കണ്ടോ. യോന ചെന്ന് നിനവെ ചെന്നിട്ട് പറഞ്ഞു, നിനവെക്കാരോട് പറഞ്ഞു, മാനസാന്തരപ്പെടുവീൻ, അല്ലെങ്കിൽ ഈ ദേശം 40 രാവ് കൊണ്ട് മുടിഞ്ഞു പോകും, നശിപ്പിച്ചു കളയും. നിനവക്കാർ മാനസാന്തരപ്പെട്ടു, ദൈവസ്ഥനെ ഇരുട്ടെടുത്തു. അവർ ദൈവസ്ഥനെ പ്രാർത്ഥനയോടെ ഇരുന്നു. ആ നിനവക്കാരെ ദൈവം എന്ത് ചെയ്തു? മനസ്സലിവുള്ള ദൈവം അവരെ വിടുവിച്ചു. യേശു വന്നിട്ട് പറഞ്ഞു, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് പറയുന്നു, യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെടണം. എന്തിനു വേണ്ടി? രോഗികളെയൊക്കെ സൗഖ്യമാക്കി, ന്യായമായിട്ടുള്ള തൂട്ടൊക്കെ മേടിച്ച്, നല്ല വീടൊക്കെ വെച്ച്. എൻ്റെ കൂടെ വന്നേ, ഇവിടെ പ്രസംഗിച്ച്, അമേരിക്ക പ്രസംഗം, ലണ്ടൻ പ്രസംഗം, ഇങ്ങനെയൊക്കെ പോകണമെന്നാണ് യേശു പറഞ്ഞേ. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെടണം, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതഗ്രസ്തരെ വിടുവിക്കണം, ദൈവരാജ്യം പ്രസംഗിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് എന്തിനെക്കുറിച്ച് വെളിപ്പെടുത്തും? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വെളിപ്പെടുത്തും. അപ്പൊ നിനവെക്കാരോട് ഇവിടെ പറയുന്നു, നിനവെക്കാരോട് വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ടു, അവരെന്ത് ചെയ്തു? അപ്പൊ നമ്മുടെ പ്രസംഗം കേട്ടാൽ എന്ത് ചെയ്യണം? എൻ്റെ കൂടെ ഉണ്ടോ? യേശു കർത്താവ് ഒരാളെ ആക്കി എന്തിനെ പ്രസംഗിക്കാനാ? എന്തിനെ പ്രസംഗിക്കണം? മാനസാന്തരം പ്രസംഗിക്കണം. മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് ഞാൻ കൊണ്ടുവരും. അപ്പൊ മാനസാന്തരം പ്രസംഗിക്കപ്പെടണം. ഇവിടെ പറഞ്ഞു, ആരെക്കാൾ വലിയവൻ? യോനായേക്കാൾ വലിയൊരുവനെ ഇന്ന് പകൽ പ്രസംഗിക്കുന്നേ. ഇന്ന് പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. യേശു പറയുവാണ്, എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. പ്രസംഗിക്കപ്പെടണമെങ്കിൽ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ വായിച്ചു, പെട്ടെന്ന് വായിക്കണേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവും. നിനവെ കൂട്ടിവെച്ചോ. നിനവയിൽ എന്ത് പ്രസംഗിച്ചോ, യോനായെ കൊണ്ട് എന്ത് പ്രസംഗിച്ചോ, അത് നീ പ്രസംഗിക്കാൻ റെഡിയാകണം. എന്താ നിനവെ പ്രസംഗിച്ചത്? മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അത് ആര് പറയുക? ശിഷ്യന്മാരെ വിളിച്ചിട്ട് യേശു പറയുക, പരിശുദ്ധാത്മാവിനെ എന്തിനു പകരുന്നു? പാപത്തെക്കുറിച്ച് പറയുവാൻ. യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടുത്തണമെങ്കിൽ എന്തിനു വരണം? രോഗികൾ സൗഖ്യമാക്കണം, ഭൂതഗ്രസ്തർ വിടുവിക്കപ്പെടണം, അത്ഭുതങ്ങൾ നടക്കണം, അടയാളങ്ങൾ നടക്കണം. എന്നതാ കാരണമെന്നറിയുമോ? യേശു ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടുത്തണം. ഇതാ പരിശുദ്ധാത്മാവിന്റെ ദൗത്യം. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോ എന്ത് ചെയ്യുന്നു പറഞ്ഞു? നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എന്തിനെ കുറിച്ച് പറയാൻ? പാപത്തെ. ഒരു വ്യക്തിയെ വിളിച്ചിട്ട് പറയാ, ഇന്ന കുറവ് നിന്റെ മേലുണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തി അംഗീകരിക്കുവോ? അല്ലെങ്കിൽ നീ ഇന്ന് നിൽക്കുന്നത് സ്ഥലം വിട്ട്, ഊമവിഗ്രഹങ്ങളെ വിട്ട്, സമുദായങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞാൽ സമുദായങ്ങൾ നിനക്കെതിരായി വരും, ജാതികൾ നിനക്കെതിരായി വരും. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പറഞ്ഞു, പൗലോസിനോട് പറയുക, അവിടെയെല്ലാം ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. സ്വർഗത്തിന്റെ ഉടമ്പടി ഇന്ന് പകലിൽ അറിയണം. ഒരുവൻ ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ തുടങ്ങിയാൽ അവനെ സംരക്ഷിക്കുന്നത് ഈ ലോകമല്ല, സ്വർഗം നിന്നെ സംരക്ഷിക്കുക. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. അപ്പോൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ലോകത്തിന്റെ അടുത്ത് ശമരിയയിലും ലോകത്തിന്റെ അടുത്ത് എൻ്റെ സാക്ഷികളാവും. എന്താണ് യേശു കർത്താവ് പറഞ്ഞു വിട്ടത്? എന്തിനെ കുറിച്ച് പറയുവാൻ? നിനവയിൽ പറഞ്ഞത്, യോനായെ പറഞ്ഞു വിട്ടത് ഇന്ന് പകൽ നമ്മളോടും പറഞ്ഞു വിടുക. അവിടെ പോയി പ്രവചനം നടത്താനല്ല, അവിടെ പോയി രോഗിയെ സൗഖ്യമാനല്ല, യേശു കർത്താവ് വരുന്നെന്ന് പറയുവാനാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്ന് പറയുന്നത് പാപത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്ന. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വന്നേ. 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം
അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം യേശുവിനെ കൊണ്ട് ചെയ്യിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു. പക്ഷെ മനുഷ്യൻ കൈക്കൊണ്ടോ? മനുഷ്യൻ കൈക്കൊണ്ടില്ല. അവൻ എന്ത് ചെയ്തു? അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. യേശുവിനെ കൊന്നു കളഞ്ഞു. യേശു പറഞ്ഞ എന്തുവായിരുന്നു? യോഹന്നാൻ പറഞ്ഞ എന്തുവായിരുന്നു? യോഹന്നാൻ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു, പാപത്തെ കുറിച്ച് പറഞ്ഞു. യോഹന്നാനെ തലവെട്ടി. യേശു കർത്താവ് ഇത് തന്നെ പറഞ്ഞു. ആത്മാവിന്റെ ശക്തിയാൽ യേശു കർത്താവ് പറഞ്ഞു വെച്ചത് ഇത് തന്നെയായിരുന്നു. പരീശന്മാർക്കെതിരായി അവന്റെ കൂട്ടാരുമായിട്ടായിരുന്നു, ചുങ്കക്കാരും പാവനികളുമായിട്ടായിരുന്നു യേശുവിൻ്റെ കൂട്ട്. കാരണം അവരെ പാപബോധത്തിലേക്ക് കൊണ്ടുവന്നാരാ. അതുകൊണ്ടാണ് അവ ഈ കല്ലെറിയപ്പെടുവാൻ നിന്ന സ്ത്രീയോട് പറയുന്നത്, ഞാൻ നിന്നിൽ ഒരു പാപം കാണുന്നില്ല, നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. ഞാൻ നിന്നിൽ ഒരു കുറ്റവും ചുമത്തുന്നില്ല എന്ന് പറയുവാൻ കാരണം യേശു പറഞ്ഞത് അവൾക്ക് വേണ്ടിയിട്ടൂടെയായിരുന്നു. ഹല്ലേലൂയ. അവിടെ പാപത്തിന്റെ പരിഹാരം കാൽവരി ക്രൂശിൽ ചെയ്യുവാൻ യേശു വന്നെങ്കിൽ ഇവിടെ പറയുന്നു അതിനെതിരായി അവൻ പാപത്തിൽ നിൽക്കുന്ന ജനം അതിനെതിരായി ഇവിടെ പറയുന്നു നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈകളാൽ തറപ്പിച്ചു കൊന്നു. വായിച്ചു 24-ാമത്തെ വാക്യം. ദൈവം മരണപാശങ്ങളെ അഴിച്ചു അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ കൺമുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കാൻ ഞാൻ കുലുങ്ങിപ്പോകും. ഇന്ന് പകലിലും അറിയണം, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനകത്താ നീ നിൽക്കുന്നവരിൽ ഏത് വലിയ കാറ്റ് വന്നാലും ഏത് വലിയ കോള് നിനക്കെതിരായി വന്നാലും സ്വർഗം നിന്നെ കരുതി നടത്തും വലിയവനാ. ഹല്ലേലൂയ. എന്ന് പകൽക്കാലമാണ് നീ നിൽക്കുന്ന നടപ്പ്, നീ നിൽക്കുന്ന നിപ്പ് യേശുവിന് യോഗ്യമാ മണ്ണമാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞു, എത്ര വലിയ കാരാഗ്രഹത്തിനകത്ത് നിന്നെ അടച്ചാലും നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ ദൂതന്മാരിറങ്ങും. ഇന്ന് പകൽ ആത്മാവിനകത്ത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. പഴയത് കഴിഞ്ഞുപോയി, അടച്ചിടാൻ പറ്റത്തില്ല കൊച്ചേ. എന്റെ മേൽ വ്യാപരിക്കുന്ന സ്വർഗത്തിന്റെ ആത്മാവാ ഇവിടെ പറയുന്നു. എപ്പോഴും എന്നെ കൺമുമ്പിൽ വിളിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കുക. ഞാൻ ഈ പ്രതിസന്ധികൾ വന്നാൽ, പ്രശ്നങ്ങൾ വന്നാൽ അതിന്റെ മധ്യത്തിൽ ഞാൻ കുലുങ്ങി പോകാതിരിക്കുന്നതിന്റെ കാരണം എന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവരാണെന്ന് ഇന്ന് തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. ഇന്ന് പകൽ ആത്മാവിനകത്തറിയണം എന്റെ നടത്തിപ്പ് എന്റെ കർത്താവാണെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. 26-ാമത്തെ വാക്യം. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡത്തിൽ പോലും എനിക്ക് പ്രത്യാശ വന്നു. പരിശുദ്ധാത്മാവിനെ ലഭിക്കപ്പെടുമ്പോൾ ഓർത്തോണം, ഇവിടെ പറയുന്നു അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡം എന്നിലാ ജീവിക്കുന്നേ? പ്രത്യാശയിൽ. ഇതാര് പറഞ്ഞു? ദാവീദും പറഞ്ഞു ഇത് പ്രത്യാശയിലാ. കാരണം ആരുടെ നടത്തിപ്പിലാ ഞാൻ നിൽക്കുന്നേ? ദൈവാത്മാവിന്റെ നടത്തിപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് പകലും ഞാൻ പറയാം, ഈ ആത്മാവിന്റെ നടത്തിപ്പ് നിങ്ങളുടെ മേൽ ഇന്ന് വെളിപ്പെടാൻ തുടങ്ങിയാൽ, ഈ പരിശുദ്ധാത്മാവ് വെളിപ്പെടാൻ തുടങ്ങിയാൽ, നിങ്ങളെ ഇന്ന് കണ്ണുനീരൊഴുക്കുന്ന വിഷയം നാളത്തേന് കാണത്തില്ല. അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആത്മാവിന്റെ സാന്നിധ്യം ഒരു വ്യക്തിയുടെ മേൽ വരാൻ തുടങ്ങിയാൽ ഇന്ന് പകലിൽ പറഞ്ഞു അത്ഭുതത്തിലേക്ക് മാറ്റും. അതുകൊണ്ട് 27-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചോട്ടെ. എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നു. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായിട്ട് പറയാം. അവന്റെ കല്ലറ ഇന്നുവരെ അവനെ കുറിച്ച് ദാവീദിനെ കുറിച്ച് പറഞ്ഞു. ദാവീദ് മരിച്ചു അടക്കപ്പെട്ടു എന്ന് പറയാൻ കാരണം ദാവീദിന്റെ കല്ലറ ഇന്നുവരെയും നമ്മുടെ ഇടയിലുണ്ട്. 30-ാമത്തെ വാക്യം. എന്നാൽ അവൻ പ്രവാചകനാകയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുൻകൂട്ടി പ്രസ്താവിച്ചുവല്ലോ. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചുവല്ലോ. ഞങ്ങൾ എല്ലാവരും സാക്ഷികളാണ്. പത്രോസ് അപ്പോസ്തലൻ പറയും, ഇതിനെന്തുവാ? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഞങ്ങൾ സാക്ഷികളാ. ഒരു കല്ലറയ്ക്കും
യേശുവിനെ അടക്കി വെക്കാൻ പറ്റിയിട്ടില്ല. യേശു അത്ഭുതം ചെയ്തെങ്കിൽ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് യേശു അത്ഭുതം ചെയ്യുന്നു. അവൻ കല്ലറയിൽ അടക്കപ്പെട്ടവനാണെങ്കിലോ അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് അവൻ പത്രോസ് വിളിച്ചു പറയുക. പത്രോസ് വിളിച്ചു പറഞ്ഞത് യേശു ഇന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് അവൻ വീര്യപ്രവർത്തികൾ ചെയ്യുന്നവനാണെന്ന്. ഹല്ലേലൂയ. സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കൽ ഒരു അത്ഭുതം ചെയ്തിട്ട് പറഞ്ഞു, യേശു ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇന്ന് പകലി ആത്മാവുള്ളവരോട് ഞാൻ വിളിച്ചു പറയാ, ഇന്നത്തെ വിളിച്ചു പറയണം, എന്റെ കൂടെ എന്റെ കർത്താവ് ഉള്ളത് ധൈര്യത്തോടെ പറയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക ഇന്ന് പകലിൽ. ഹല്ലേലൂയ. പൗലോസ് യേശുവിനെ കണ്ടിട്ടില്ല. പൗലോസ് പറയുന്ന വാക്കിലേക്ക് വന്ന 1 കൊരിന്ത്യർ 15-ാം അധ്യായം എടുത്തേ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും. ഒന്നാമത്തെ വാക്യം തൊട്ട് വായിക്കാം. ഒന്നുകൊട്ടെ. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വ്രതാവല്ല എന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചു. കണ്ടോ, നിങ്ങൾ അതിനെ വിട്ടുകളയാതിരുന്നാൽ, നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടത് നിങ്ങൾ ഉപേക്ഷിക്കാതിരുന്നാൽ, ഇവിടെ പറയാ എന്ന് നിങ്ങൾ ഓർപ്പിക്കുന്നു. 3, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കം. അപ്പൊ യേശു കർത്താവ് എന്താ ചെയ്തേ? യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. എന്തിനെ പ്രസംഗിക്കണം? യേശുവിനെ പ്രസംഗിക്കുമ്പോൾ എന്തിനെ പ്രസംഗിക്കണം? പാപത്തെ കുറിച്ച് പ്രസംഗിക്കണം, മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കണം. അപ്പൊ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു അത്ഭുതം ചെയ്ത് അവിടെ നിൽക്കട്ടെ. യേശുവിന്റെ മേൽ വെച്ചിരുന്ന കണ്ടന്റ്, യേശുവിന്റെ മേൽ വെച്ചിരുന്ന മാനസാന്തരമാ. ഇവിടെ പറയുന്നു യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം. തിരുവെഴുത്തിൽ എന്താ പറഞ്ഞേ? യേശു എന്തിനു വേണ്ടി വരുന്ന പറഞ്ഞേ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വരുന്ന പറഞ്ഞേ. എന്നിട്ട് 4-ാമത്തെ തിരുവെഴുത്തുകളിൻ പ്രകാരം ഞാൻ ഗ്രഹിച്ചത് എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞാൻ ഗ്രഹിച്ചത് പന്തിരുവർക്കും പ്രത്യക്ഷരായി. ഇങ്ങനെ ഞാൻ ഗ്രഹിച്ചു തന്നെ നിങ്ങൾക്കും. കണ്ടോ, എനിക്കൊരു കാര്യം മനസ്സിലായി. പൗലോസ് പറയാ, എന്റെ പാപത്തിന് വേണ്ടിയാ യേശു കർത്താവ് മരിച്ചെന്ന് എനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ അതിനെ പ്രസംഗിക്കാൻ തുടങ്ങി. ഇത് ഞാൻ ആർക്ക് ഏൽപ്പിച്ചു തരുവാ? നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം. എന്നിട്ട് പറയാം, അനന്തരം അവൻ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചു. 7-ാമത്തെ വാക്യം. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പറയുക, എനിക്കും വെളിപ്പെട്ടു. ഞാൻ ക്രിസ്തുവിന്റെ സാക്ഷിയാണെന്ന് പൗലോസും പറയുന്നു. യേശു ക്രിസ്തു മാനവരാശിയുടെ പാപത്തിന് വേണ്ടി മരിക്കപ്പെട്ടവനാണെന്നും ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുവശത്ത് ഇരിപ്പുണ്ടെന്നും ഞാൻ കേട്ടതിനെ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൗലോസ് പറയുക, ഇവിടെ പറയുക, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും യേശു പ്രത്യക്ഷനായി. അതിന്റെ 14-ാമത്തെ വാക്യം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. കണ്ടോ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ പൗലോസ് പറയാം, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം എന്നാ? വ്യർത്ഥമാ, വെറുതെ പ്രസംഗിക്കുന്ന. അപ്പൊ യേശു എന്നിട്ട് 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴോ, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. നിങ്ങളുടെ വിശ്വാസം എന്നാ? വ്യർത്ഥമാ. നിങ്ങളുടെ പാപത്തിന് എന്ത് ചെയ്യുന്നില്ല? പരിഹാരം വരുത്തുന്നില്ല, പരിശുദ്ധാത്മാവ് ലഭിക്കപ്പെടുന്നില്ല. ഇവിടെ പറയുന്നു, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ. ഇന്ന് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഇപ്പോഴും ഞാൻ എവിടെ തന്നെ ഇരിക്കുന്നേ? ഞാൻ പഴയ സംഭവത്തിൽ തന്നെ ഇരിക്കുന്നേ, ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ ഇപ്പോഴും എവിടെ ഇരിക്കുക? പാപത്തില. എന്നിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. കാരണം ആരുടെ ആത്മാവ് എൻ്റെ മേലില്ല. ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവാത്മാവ് പാപത്തെക്കുറിച്ച് ബോധ്യം വരുന്നത്. യേശു പറഞ്ഞൊരു ഭാഗം ഇതായിരുന്നു. യോഹന്നാൻ 7 പറഞ്ഞെടുക്കണ്ട. യേശു കർത്താവ് തേജസ്കരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ആ ആത്മാവ്
വന്നിട്ടില്ലായിരുന്നു. യേശു കർത്താവ് തേജസ്കരിക്കപ്പെട്ടപ്പോ യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ആമേൻ. ഇവിടെ പൗലോസ് പറയുന്നു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന എന്താ? കള്ളത്തരം വന്ന ഇവിടെ പറഞ്ഞേ. ആമേൻ. നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ എന്നും എവിടെ ഇരിക്കുന്നു പറയുക? പാപത്തിൽ ഇരിക്കുന്നു പറയാം. 1 കൊരിന്ത്യർ 15 നമ്മൾ വായിച്ചു പോയേ അല്ലേ? അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2 വീണ്ടും മടങ്ങി വന്നേ. 2-ാമധ്യായം 33 വന്നേ. 2-ാമധ്യായം 33 വാക്യം. അവൻ ദൈവത്തിന്റെ വലഭാഗത്ത് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു. അപ്പൊ പൗലോസ് പറയുന്ന ഭാഗത്തിനകത്ത് നിങ്ങൾ നോക്കിയാൽ അപ്പോസ്തലന്മാർ പറയുക, പത്രോസ് പറയുന്ന ഭാഗം നോക്കിക്കോണേ. ഇവിടെ അപ്പോസ്തലൻ പറയാ, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത്. അപ്പൊ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്നുള്ളതിന് സാക്ഷി ആര് പറയുക? പത്രോസ് ശിഷ്യന്മാർ പറയാം, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അതിന്റെ സാക്ഷികളാ ഞാനെന്ന് പറഞ്ഞിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുവാണ്, അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അവൻ നമുക്ക് പകർന്നു തന്നു. കണ്ടോ? നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? കഴിഞ്ഞ വളച്ച കട്ടിയുള്ള എടുത്തിട്ട് നിങ്ങൾ പിടികിട്ടി. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത്. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്തിട്ട് യേശു പിതാവിനോട് വാങ്ങി ആത്മാവിനെ. ആരുടെ മേൽ പകരപ്പെട്ട അതേ ആത്മാവ്? യേശുവിൻ്റെ മേൽ. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു, ഫിലിപ്പിയ ലേഖനം 1:19 വന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. യേശുവിൻ്റെ അതേ ആത്മാവിൻ്റെ, യേശുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ ആത്മാവിൻ്റെ സഹായത്താൽ ഒരു വീട് കിടപ്പുണ്ട്. അപ്പം യേശു കർത്താവ് സ്വർഗത്തിൽ ചെന്നിട്ട് പിതാവിനോട് എന്തിനെ വാങ്ങി? പരിശുദ്ധാത്മാവിനെ വാങ്ങി. എന്നിട്ട് ഈ ആത്മാവിനെ ആരുടെ മേൽ പകർന്നു? നമ്മുടെ മേൽ പകരപ്പെടുക. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് പകർന്നു തന്നു. എവിടാ അവിടെ സെഗിയോ മാളി മുറിക്കാത്ത ആത്മാവിൻ്റെ നിറവിൽ നിന്ന് ഇവർ പല ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി, അടയാളം വെക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് പറയുക, ഇവിടെ പറയുന്ന വാക്യം, നിങ്ങൾ വാങ്ങി കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 2-ാം-അധ്യായത്തിന് 36-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വച്ചു. ഇതിനടി നിങ്ങളൊന്ന് വരയിട്ടോണേ. ഇതിന്റെ അടിയിലെ ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം, ആ വാർഡാണ് ഏറ്റവും മേലും. ദൈവം യേശുവിനെ ആരാക്കി മാറ്റിയതാണ്? ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന്. യേശുവിനെ ആരാക്കി മാറ്റി? അപ്പൊ കർത്തൃത്വം, ആരുടെ കർത്തൃത്വത്തിന് കീഴിൽ ഞാൻ വരണം? കണ്ടോ? എൻ്റെ നടത്തിപ്പ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ യേശുവിൻ്റെ കർത്തൃത്വത്തിലേക്ക് ഞാൻ മാറുക. എൻ്റെ നടത്തിപ്പ് ആരില്ല? പിടികിട്ടിയോ? ഇന്ന് ആത്മാവിൻ്റെ നടത്തിപ്പ് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ ഇന്നൊരു രോഗത്തിൻ്റെ ബന്ധനം എൻ്റെ മേലിരിക്കത്തില്ല. ആമേ. ഇന്ന് അനുഭവിക്കുന്ന പ്രതികൂലത്തെ സ്വർഗമെടുത്ത് മാറ്റും. ആമേ. എത്ര പേര് വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? ആരുടെ കർത്തൃത്വത്തിൻ്റെ കീഴിലേക്ക് ഞാൻ വരുക? ആമേ. ഇവിടെ പറയുന്നത് ദൈവ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ. 37-ാമത്തെ വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു? ഇവിടെയാ മുതല എന്റെ വചനം തുടങ്ങുന്നേ. പ്രസംഗിക്കേണ്ടവനെ പ്രസംഗിച്ചാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കും. യേശുവിനെ കുറിച്ചുള്ള ദൗത്യം എന്താണ്? യേശു എന്തിനു വേണ്ടി വന്നു? യേശു ആരാണ്? ഇവിടെ പറയുന്നു, പിതാവാൻ ദൈവത്തിന്റെ വലത്തുവശത്ത് പുത്രൻ തമ്പുരാൻ ചെന്നിരുന്നു. പിതാവിനോട് പറഞ്ഞു, പിതാവേ, അങ്ങനെ ഏൽപ്പിച്ച വേല,
അതുകൊണ്ട് ഗത്സമന തോട്ടത്തിൽ ഇരുന്നപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കണം. ആമീൻ. അങ്ങ് പറഞ്ഞു മാനവരാശിക്ക് വേണ്ടി രക്തം ചിന്തുവാൻ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഭാരമേറിയ ക്രൂശ് ചുമന്നു. ആമീൻ. കള്ളന്മാരുടെ മധ്യത്തിൽ തൂക്കപ്പെട്ടു. യേശുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടു. യേശുവിനെ മരണപ്പെട്ടു. ആമീൻ. കല്ലറയിൽ അടക്കപ്പെട്ടു. യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ചെന്നു. അവൻ്റെ കൈകളിൽ നിന്ന് രക്തം കാണിച്ചിട്ട് പറഞ്ഞു, പിതാവേ, ആമീൻ, വിശുദ്ധമായ രക്തം, ആമീൻ, ലോകത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ആമീൻ, ഞാൻ മുഖാന്തരം ഈ ലോകം രക്ഷിക്കപ്പെടണം. യേശു എന്ന രക്ഷകനെ പിതാവിന്റെ മുന്നേ വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം, എനിക്ക് പ്രസംഗിക്കാൻ ഒരുവനെ കുറിച്ചേ ഉള്ളൂ. എന്റെ പാപത്തിന് മറുപടിയായി കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിന്റെ നാമത്തെ മാത്രമേ ഉയർത്തുവാനുള്ളൂ. ഇവിടെ പറയുന്നു, അതേ പത്രോസ് പറയുന്നു, യോഹന്നാൻ വിളിച്ചു പറയുന്നു, അന്ത്രയോസ് വിളിച്ചു പറയുന്നു, യാക്കോബ് വിളിച്ചു പറയുന്നു, യേശു അല്ലാതെ മറ്റൊരു രക്ഷകനില്ലെന്ന്. ഓ, വിളിച്ചു പറഞ്ഞ് സ്വത്രം ചെയ്തവർക്ക് ഞാൻ കർത്താവിനെ സ്വത്രം ചെയ്യുക. യേശുവിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ ജനം ചോദിക്കാൻ തുടങ്ങി. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവർ ക്രൂശിച്ച യേശു ആണെന്ന് അറിഞ്ഞപ്പോ, ആമി ദൈവത്തിന്റെ അഭിഷിക്തനാണെന്ന് അറിഞ്ഞപ്പോ അവർ കുത്തുകൊണ്ടിട്ട് ചോദിക്കുക, ആമി പത്രോസിനോട് ശേഷം അപ്പസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അവർ ചോദിക്കുക, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്ത് ചെയ്യണം? ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ യേശുവിനെ ക്രൂശിച്ചു, യേശുവിനെ കൊന്നുകളഞ്ഞു, അവൻ കല്ലറയിൽ അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് പോയി. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി, ഞങ്ങൾ ചെയ്ത പാപമാണെന്ന് അവർക്ക് ബോധ്യം വന്നപ്പോൾ അവർ ചോദിച്ചു, അപ്പോസ്തലന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോസ്തലൻ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം. അപ്പൊ പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്ന് വാങ്ങിയത് ആത്മാവ്. യേശു ഉയർത്തെഴുന്നിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുവശത്ത് ചെന്നിട്ട് വാഗ്ദത്തത്തെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് വാഗ്ദത്തം മേടിച്ചു. ആ വാഗ്ദത്തത്തെ ആരുടെ മേൽ അയച്ചു? നമ്മുടെ മേൽ അയച്ചു. ഈ ആത്മാവിനെ കുറിച്ച് യേശു പറയുക യോഹന്നാന്റെ 16:8 എന്നാ പറഞ്ഞേ? അവൻ വന്ന്, ആ ആത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന്. അപ്പൊ ഈ ആത്മാവ് വന്ന എന്തൊക്കെ വെളിപ്പെടുത്തത്തുള്ളൂ? കണ്ടോ? ബാക്കി മുഴുവന് പ്രവചനം വെളിപ്പെടുന്ന, രോഗസൗഖ്യം വെളിപ്പെടുന്ന, അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന, ഇതൊക്കെ എന്താ സംഭവം? ഇതെല്ലാം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്ന. നിക്കോദീമോസ് യേശുവിനോട് പറഞ്ഞില്ലേ, ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ഉപദേഷ്ടാവാദി, ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ അടയാളമൊന്നും കണ്ടോ? ദൈവം ഉണ്ടെന്ന്, എൻ്റെ കൂടെ ഉണ്ടെന്ന് ആര് വെളിപ്പെടുത്തി? യേശു വെളിപ്പെടുത്തി. അത് ആർക്ക് വെളിപ്പെടുത്താൻ പറ്റും? നമുക്കും വെളിപ്പെടുത്താൻ പറ്റും. പക്ഷെ എന്തിനെ സംസാരിക്കാവുള്ളൂ? പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നതിനെ. ഇവിടെ പറയുന്നു, അവൻ വരുമ്പോൾ, പിതാവിൽ നിന്ന് മേടിച്ചു വന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയക്കുമ്പോൾ അത് പറയുന്ന എന്തിനെ കുറിച്ചാ? അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. അപ്പൊ ന്യായവിധിയെക്കുറിച്ച് ആർക്ക് വെളിപ്പെടുത്തി തരും? നമുക്ക് വെളിപ്പെടുത്തി തരും. ലോകത്തിന് ആര് വെളിപ്പെടുത്തി തരും? ആര് വെളിപ്പെടുത്തും? ക്രിസ്തു പറഞ്ഞ ആത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ എനിക്ക് വെളിപ്പെടും. അതാ ഞാൻ ഇന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. മുടിയപുത്രനെ കുറിച്ച് പറഞ്ഞു, മടങ്ങി വരുവാനുള്ള കാരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അവൻ്റെ മേലിൽ നിന്ന് ആത്മാവാ പറഞ്ഞ്, സ്വർഗത്തോടും അങ്ങയോടും ഞാൻ പാപം ചെയ്തു, മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, മടങ്ങി വന്നു. അപ്പൊ ഈ ആത്മാവ് എന്നെ പാപത്തിൽ ഇരിക്കുന്ന എന്നോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചെറുക്കാൻ, നീ പോകുന്ന പാപത്തിലോട്ടാണ്, നീ പോകുന്നത് അനർത്ഥത്തിലോട്ടാണ്, നിന്റെ റൂട്ട് മോശമാണ് എന്ന് വെളിപ്പെടുത്തും. യെശയ്യാവിന്റെ പുസ്തകം മുഴുവൻ വെളിപ്പെടുത്തുന്നു. എന്നിട്ട് പറയും, ഈ ആത്മാവിനെ കുറിച്ച് അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട്. പാമി, സ്വർഗത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ മരുഭൂമി എന്താവും? ഉദ്യാനമായി മാറും. ആരും പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലേലും
ആത്മാവിന്റെ നടത്തിപ്പ് നിന്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങിയ നീ പുഷ്പിക്കുക തന്നെ ചെയ്യുക, നീ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുക. നിന്റെ തലമുറ ഒരു അനുഗ്രഹമായി മാറും, നീ ഒരു അനുഗ്രഹമായി മാറും. എന്തിലേക്ക്? ആത്മാവ് നിന്റെ മേൽ വരുമ്പോ ഈ ആത്മാവിനെ ഒന്ന് സ്വീകരിക്കാൻ റെഡിയാവുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മാവ് ഒന്ന് നമ്മുടെ മേൽ മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ദൈവം കോംപ്രമൈസ് ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. ദൈവം കോംപ്രമൈസ് ചെയ്യാത്തത് പാപിയുടെ പ്രാർത്ഥന അത്രേ ഉള്ളൂ. ഇതങ്ങോട്ട് പോകത്തില്ല. പാപത്തിൽ നിന്ന് മടങ്ങി വരാൻ നിൽക്കുന്നവരുടെ പ്രാർത്ഥനയോ ദൈവം കേൾക്കും. ഒരു പരീശനും ഒരു ചുങ്കക്കാരനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. പരീശൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നവനാ, നമ്മളെ പോലെ സകലത്തിനും പസാര കൊടുക്കുന്നവനാ. എന്നിട്ട് പുറയിലോട്ട് കൈ കൊണ്ടുവച്ച് പറഞ്ഞു, ഇവനെ പോലെ അല്ലായിക ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ചുങ്കക്കാരൻ നെഞ്ചത്തടിച്ചിട്ട് ഒറ്റ കരത്തിൽ കരഞ്ഞു, കർത്താവേ ഈ ഭാവിയായ മനുഷ്യനോട് കരുണ തോന്നണമെന്ന്. സ്വർഗം ചുങ്കക്കാരന്റെ പ്രാർത്ഥന കേട്ടു, അവനെ നീതീകരിക്കുവാനായി മടക്കി അയച്ചു. എന്നാൽ പരീശന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടില്ല. കാരണം തന്നെത്താൻ ഉയർത്തുന്നവനൊക്കെ താഴ്ത്തപ്പെടുക തന്നെ ചെയ്യും. ക്രിസ്തുവിന്റെ സന്നിധി താഴ്ന്നിരിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് വഴിയും വാതിലും ദൈവം നിനക്കായി തുറക്കപ്പെടും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ വന്ന് പാപത്തെക്കുറിച്ചും യേശു കർത്താവിന്റെ വരവിൽ ന്യായവിധിയെക്കുറിച്ചും എനിക്ക് എന്ത് ചെയ്യും? എനിക്ക് ബോധ്യം വരും. അപ്പോസ്തല പ്രവൃത്തി വീണ്ടും ഒന്ന് മടങ്ങി വന്നേ, 2-ാം അധ്യായത്തിന്റെ നമ്മൾ വായിച്ചു നിർത്തിയതിന്റെ 2:38 വന്നേ. 2:38 37 വായിച്ചേ. 37 വായിച്ചേ. അത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, അപ്പൊ പരിശുദ്ധാത്മാവിനെ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്തൊക്കെ പറയുന്നുള്ളൂ? ന്യായവിധിയെ കുറിച്ച് പറയും, പാപത്തെ കുറിച്ച് പറയും, മാനസാന്തരത്തെ കുറിച്ചും ഇതെല്ലാം ബോധ്യപ്പെടുത്തും. അപ്പൊ ഇവിടെ ചോദിക്കുകയാണ്, ഇത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇനി യേശുവിനെ ഞങ്ങൾ ക്രൂശിച്ചു, യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നിട്ട് സ്വർഗ്ഗാരോഹണത്തിൽ പോയി. ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ പാപം ഞങ്ങളുടെ മേൽ നിൽക്കുക, ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, പത്രോസ് അവരോട് പറയാ, 38-ാമത്തെ വാക്യം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കപ്പെടും. യേശു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഈ സുവിശേഷം വെറുതെയ. യേശു ഉയർത്തെഴുന്നേറ്റുകൊണ്ട് യേശുവിന് അരികിലേക്ക് വരുന്നവന്റെ പാപങ്ങളെ ആര് മോചിക്കും? യേശു മോചിക്കും. എന്നിട്ട് ഇവിടെ പറയുക, ഇപ്പൊ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ മറുപടി പറയുക, നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുവിന്റെ നാമത്തെ സ്നാനപ്പെടുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. യേശുവിന്റെ നാമത്തെ സ്നാനപ്പെടുമ്പോൾ ലഭിക്കപ്പെടുന്ന സ്വർഗത്തിന്റെ ദാനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ ദൈവത്തിന്റെ നീതിയിൽ നടത്തും. ഇന്ന് പകലറിഞ്ഞ് എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും എത്ര വലിയ വന്നാലും പൗലോസിനെ നിങ്ങൾ നോക്കിയേ. പൗലോസ് യേശുവിനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവിടെയുള്ള പരീശന്മാർ കൂടി പൗലോസിനെ കല്ലെറിയാൻ തുടങ്ങി. അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് അവൻ്റെ ശരീരങ്ങൾ മുഴുവൻ മുറിവുണ്ടായി, രക്തങ്ങൾ ഒഴുകി. അവർ നോക്കി നിൽക്കുമ്പോൾ പറഞ്ഞു പൗലോസ് ചത്തുപോയി. പൗലോസ് ചത്തുപോയി പറയുമ്പോൾ അവൻ്റെ കൈകളിൽ വലിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. എന്നിട്ട് കൈകളിലും കാലുകളിൽ പിടിച്ച് അവർ പട്ടണത്തിൻ്റെ പുറത്തേക്ക് വലിച്ചാഞ്ഞെറിയപ്പെടുന്നു. പൗലോസ് എറിയപ്പെടുന്നു, കല്ലുകളിൽ തട്ടി പൗലോസ് വന്ന് തറയിൽ കിടക്കുന്നു. പൗലോസിന്റെ ശിഷ്യന്മാർ ചെന്നിട്ട് പറഞ്ഞു, പൗലോസിനെ അടക്കണമല്ലോ, പൗലോസ് അപ്പോസ്തലനെ അടക്കണമെന്ന് പറഞ്ഞ് അവരവിടെ ചെല്ലുമ്പോൾ പൗലോസ് അവരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കാരണം എന്നോ പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവൻ. നീ തകർന്നു പോയെന്ന് ലോകം പറയാ, നീ തകർന്നു പോയെന്ന് ലോകം പറയാ, നിന്റെ തലമുറ തകർന്നു പോയെന്ന് പറയാ, നിന്റെ ശുശ്രൂഷ അവസാനിച്ചെന്ന് പറയാ. എന്റെ കൊച്ചെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇത് അവസാനമല്ല,
തുടങ്ങിയതല്ല കേട്ടോ, ഇത് ആരംഭം തുടങ്ങാൻ പോകുക. ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാന്നറിയോ? അവൻ ആദ്യനും അന്ത്യനുമായവനാ, അവൻ ആൽഫയും ഒമേഗയുമായവനാ. അവൻ ഇന്ന് ഞങ്ങളുടെ ബാധ്യത ഉള്ളതിനാ ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുക. എന്തുകൊണ്ടെന്നറിയുമോ? പരിശുദ്ധാത്മാ ശക്തി ഞങ്ങളുടെ മേലുള്ളതിനാ. അതുകൊണ്ട് ഇവിടെ വിളിച്ചു പറയുന്നു, അത് സ്നാനമേൽപ്പി, പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പാപത്തിന്റെ പരിഹാരം വരണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങളുടെ മേൽ ലഭിക്കപ്പെടുമെന്ന് പറഞ്ഞു. ആമീൻ. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നടപ്പ് വ്യക്തിപരമായി ജീവിതത്തിൽ വരുവാൻ തുടങ്ങുമ്പോൾ, ആത്മാവ് നിങ്ങളെ ആമീൻ യെരൂശലേമിലാണെങ്കിൽ, യഹൂദിയയിലാണെങ്കിൽ, ശമരിയയിലാണെങ്കിൽ അടുത്ത സ്ഥലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തും. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ അതിന്റെ 43-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 43-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമമൂലം പാപമോചനം. അപ്പൊ ഞാൻ സ്നാനപ്പെടും, യേശുവിനെ ഞാൻ ആരായിട്ട് സ്വീകരിച്ചു? രക്ഷകനായി സ്വീകരിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമമൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാർ മുന്നേ. അവന്റെ നാമമൂലം പാപമോചനം ലഭിക്കും. കണ്ടോ? നമ്മൾ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെടുമ്പോൾ നമ്മുടെ പാപം ആരും മോചിച്ചു കഴിഞ്ഞു. യേശു കർത്താവ് മോചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ പറയുന്നു പാപമോചനം ലഭിക്കും എന്ന് പ്രവാചകന്മാർ പറഞ്ഞു. 44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും ഈ വാക്ക് പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് എന്ന് അവരുടെ അകത്ത് പാപത്തെ ഏറ്റുപറയാൻ തുടങ്ങിയപ്പോ, പാപത്തെ ഒരു ഉപേക്ഷിക്കാൻ തുടങ്ങിയപ്പോ സ്വർഗത്തിന്റെ ആത്മാവ് അവരുടെ മേൽ പകരപ്പെടാൻ തുടങ്ങി. ഇനി ഇവൻ പാപിയായി ഇരിക്കാൻ പാടില്ല. സ്വർഗം പദ്ധതി ഇടുകയാ. ഇനി നീ പാപിയായി ഇരിപ്പാനല്ല, നീ എന്റെ മകനാണ്, മകളാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആത്മാവിനെ പകരുവാൻ തുടങ്ങി, പരിശുദ്ധാത്മാവിനെ പകരുവാൻ തുടങ്ങി. ശമരിയ പട്ടണത്തിനകത്ത് പത്രോസ് അപ്പോസ്തലൻ യേശുവിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ സ്വാമി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുക, പാപത്തിന്റെ പരിഹാരനെ കാൽവറി ക്രൂശിൽ മരിച്ച യേശുവിനെ വെളിപ്പെടുത്തി കൊടുത്തപ്പോ അവരുടെ സ്വർഗത്തിലെ പറയുന്നു, ആ കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരുവാൻ തുടങ്ങി. അപ്പൊ പാപവുമായി കോംപ്രമൈസ് ചെയ്യാത്തൊരു ആത്മാവ് ഉണ്ടെങ്കിയതാ പരിശുദ്ധാത്മാവാ. പാപത്തിൽ ജീവിക്കുന്നവന്റെ മേൽ എന്തില്ല? പാപം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തെ കാണുന്ന ചില കാര്യങ്ങൾ മാത്രമല്ല, ദിവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും കാരണമായി തീരും. നിങ്ങൾ നന്മ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കിയാൽ മതി. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ആത്മാവ് എന്താണെന്ന്. ഹല്ലേലൂയ. ഇതൊന്നും ഇല്ലെങ്കിൽ ഓർത്തോണം, വേറൊരാത്മാവ് ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ. നീ നല്ല ശമരിയനാകുന്നില്ലെങ്കിൽ, നിന്റെ മേൽ പരിശുദ്ധാത്മാവില്ല. ഹല്ലേലൂയ. ദൈവത്തെ പ്രസംഗിക്കാൻ പോയവനാ. ഒരുത്തൻ അർദ്ധപ്രാണനായി വഴിയോരത്ത് കിടക്കുക, മുറിവേറ്റ് കിടക്കുക, മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അവിടെ പറയുന്ന 2 വ്യക്തികൾ, ഒന്ന് ലേവ്യൻ, ഒന്ന് പുരോഹിതൻ. ഇവർ രണ്ടുപേരും ദൈവത്തിൻ്റെ വേലക്കാരാ. ഇവർ രണ്ടുപേരും ആ വഴിയായി കിടന്നു. ഒരു നല്ല ശമരിയൻ വന്നു, അവൻ്റെ അരികിൽ വന്നു, അവൻ്റെ മുറിവിനെ കെട്ടി. അവൻ്റെ കൂടെ ആത്മാവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പുറമേ ഉള്ള മനുഷ്യനിലല്ല ദൈവം നോക്കുന്നത്, അകമേ ഉള്ളതിനാ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പുറമേ ഉള്ളതിനെ കാണുന്നത് ലോകമാ, അകമേ കാണുന്നത് സ്വർഗത്തിലെ ദൈവമാ. ഹല്ലേലൂയ. പുറമേ ഉള്ള വേഷത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത്, അകമേ ഉള്ളവനാ. അതുകൊണ്ടാണ് എലീശ പ്രവാചകന്റെ മുൻപിൽ എലീശ പ്രവാചകൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആരാമേ സൈന്യം മുഴുവൻ വളഞ്ഞു നിൽക്കുകയാ. ആമേ അവിടെ നിന്നുകൊണ്ട് നോക്കിക്കോണം. അവന്റെ കൂടെ നിന്ന് ബാല്യക്കാരൻ പറഞ്ഞു, സൈന്യം നമ്മളെ വളഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, നമ്മളിലുള്ളവൻ ആരാന്ന ഞാൻ അറിഞ്ഞ് ആരാധിക്കുന്നെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവൻ നോക്കിയിട്ട് പറഞ്ഞു, പ്രവാചകനോട് പറയുക, നമ്മളെ ശത്രു സൈന്യം വളഞ്ഞു കളഞ്ഞു, നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. എലീശ പ്രവാചകൻ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഇവന്റെ അകക്കണ്ണൊന്ന് തുറന്ന തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ച ദൈവസഭയോട് പറയാം, നിന്റെ അകക്കണ്ണിന്നൊന്ന് തുറക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് തീരാവുന്ന വിഷയമേ നിന്റെ
മുന്നിലുള്ളൂ. അകക്കണ്ണൊന്ന് തുറന്ന നിന്റെ തലമുറയുടെ നന്മ കാണാം. അകക്കൊന്ന് തുറന്ന സഭയുടെ അതിരുകൾ മാറുന്ന കാണാം. അകക്കൊന്ന് തുറന്ന നിന്റെ ശുശ്രൂഷ മാറുന്ന കാണാം. അകക്കണ്ണ് തുറന്ന ഇന്ന് കിടക്കയെടുത്ത് നടക്കുന്ന കാണാം. ഇന്ന് പകൽ ആത്മക്കണ്ണിനകത്ത് കാണുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മാവ് വരുമ്പോ പുറമേ ഉള്ള മനുഷ്യനെ നോക്കുവാനല്ല, അകമേ ഉള്ളവരെ നോക്കുവാനാ. അവൻ നിന്റെ സൗന്ദര്യം നോക്കുന്നവനല്ല എന്റെ കർത്താവ്, നിന്റെ ഉള്ളറകളെ നോക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായലേഖനം പറയുക, അവന് മറഞ്ഞിരിക്കുന്ന ഒരു ദൃഷ്ടിയുമില്ല. ഇന്ന് പകൽക്കാലം അറിയണം, എന്നെ മുഴുവനായി അറിയുന്ന, എന്റെ സങ്കടങ്ങളെ അറിയുന്ന, എന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന എനിക്കൊരു നല്ല കർത്താവുണ്ട്. അവന്റെ മുന്നിൽ ഞാൻ വിളിച്ചു പറയും, ഞാൻ അവന്റെ മുന്നിൽ നീതിയോടെ നടക്കുന്നവരാണെങ്കിൽ ഒരു നന്മയ്ക്കോ നീയോ നിന്റെ തലമുറയോ അപ്പത്തിന് ഇറക്കേണ്ട വരത്തില്ല. എന്താണ് നീതിമാന്റെ മക്കൾ അപ്പത്തിന് ഇറക്കത്തില്ലെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറ, നീ നിൽക്കുന്ന നീതിയോടെ ആണെങ്കിൽ, അബ്രഹാമേ നീതിയോടെ ആണെങ്കിൽ, നിന്റെ തലമുറ ഒരു ക്ഷാമകാലത്ത് വിതച്ചാൽ അതിനൊരു 100 മേനി കൊയ്ത്ത ദൈവം തരും. ഓ ഹല്ലേലൂയ. നിന്നെ കരുതുന്ന ഒരു കർത്താവുണ്ടെന്ന് എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആത്മാവ് ഇവരുടെ മേൽ വരാൻ തുടങ്ങിയപ്പോ 45-ാമത്തെ വാക്യം പറയുക, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്ന ദൈവത്തെ മഹത്വീകരിക്കുന്നതും കാണുകയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. ജാതികളുടെ മേൽ ബൗണ്ടറിയെ ദൈവം പൊട്ടിച്ചു. യേശു പറഞ്ഞു, യെരൂശലേമിൽ വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് പറഞ്ഞു. ഇവന്മാരുടെ യഹൂദന്മാരാ. ദൈവം ആ ജാതിയുടെ അതിരെ പൊട്ടിച്ചു. ശമരിയയിൽ ഇന്ന് പത്രോസ് പ്രസംഗിക്കുക, കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ നിന്ന് പ്രസംഗിക്കുക. അവിടെ ഇവരുടെ മേൽ പകരപ്പെട്ട ആത്മാവിനെ ദൈവം പകർന്നിട്ട് ഇവിടെ പറയുക, ജാതികളുടെ മേൽ ഇവർക്ക് അതിശയമായി. ഇത് ഞങ്ങൾക്ക് സ്വന്തമായിരുന്നു. ഈ അപ്പോസ്തലന്മാർ പറയും, ഇതെല്ലാം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടിയതല്ലേ. പക്ഷെങ്കിൽ ഇത് ജാതികളുടെ മേൽ പകരുന്ന കണ്ടിട്ട് അവർ കണ്ട് വിസ്മയിച്ചു. എന്നിട്ട് പറയാ, നമ്മെ പോലെ ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ച്, നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ വെള്ളം വിലക്ക. ഇവര് തമ്മിൽ ബന്ധമില്ല. ജാതികൾ ബന്ധമില്ലാതെ നിൽക്കുക. ഇവിടെ പറയുക, ദൈവം സകലരെ ഒരുപോലെ സ്നേഹിക്കുന്നവനാ. ഇവിടെ പറയുക, ആമീൻ, വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സ്നാനം വെളിപ്പെടണം. ചിലത് പൊട്ടിപ്പുറത്ത് വന്നാലേ ഈ സ്നാനം എന്നാന്ന് വെളിപ്പെടത്തുള്ളൂ. ഇത് പൊട്ടിപ്പുറപ്പെടാത്തടത്തോളം കാലം ഇപ്പോഴും ഇങ്ങനെ പഴയ സ്നാനത്തിൽ നിൽക്കുക. ഇങ്ങനെ പുതിയൊരു സ്നാനമുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിനകത്ത് പറയുവാണ് ഇവിടെ, പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. കണ്ടോ, 6 നാമത്തിലുള്ള സ്നാനത്തെ വരുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. റോമാലേഖനത്തിലോട്ട് പെട്ടെന്ന് വന്നു. റോമാലേഖനം 6-ാം അധ്യായം. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും, അല്ല നിങ്ങൾ എന്നോട് വഴക്ക് പിടിക്കും. വായിച്ചു 6:3. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. യേശുക്രിസ്തുവിനോട് ചേരുവാൻ. ആരോട് ചേരുവാൻ? യേശുക്രിസ്തുവിനോട്. യേശുവിന്റെ ജീവൻ എനിക്ക് ലഭിക്കപ്പെടുവാൻ. ഞാൻ പോയി മരിക്കുക. ആരുടെ മരണത്തോടെ? യേശുക്രിസ്തുവിന്റെ മരണത്തോടെ. ആമേ, ആരോട് കൂടെ ജീവിക്കാൻ? യേശുവിന്റെ കൂടെ ജീവിക്കുവാൻ. യേശുവിന്റെ ആത്മാവ് ജീവിക്കുവാൻ. പഴയ മനുഷ്യനെ കളഞ്ഞു, പഴയ മനുഷ്യനെ ഞാൻ ഉരിഞ്ഞു കളഞ്ഞു. പുതിയ മനുഷ്യനെ ആരാ നിർത്തണം? അതുകൊണ്ട് പത്രോസ് പറയുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. ഇപ്പം ജനിച്ച കുഞ്ഞിന് കുശുമുണ്ടോ? ഇപ്പം ജനിച്ച കൊച്ചിനെ താടിക്ക് പിടിച്ചൊരു ഞെരട് കൊടുത്താൽ ഇപ്പം കുഞ്ഞിനെ ദിവനെ കൊച്ചിനെ ഞെരടിക്കഴിഞ്ഞാൽ ഇച്ചിരി കഴിഞ്ഞാൽ അമ്മ കൈ കടിക്കുമ്പോൾ അഞ്ഞു പോരത്തില്ലേ? നിങ്ങളെ ഒന്ന് ഞെരടി നോക്കിക്കേ. പിന്നെ അവൻ്റെ പതനം കണ്ടാലേ നിങ്ങൾക്കൊരു സമാധാനം വരുള്ളൂ. അപ്പോൾ ഇവിടെ ബൈബിൾ പറയുക, ഇപ്പം ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാത്ത പാല് കുടിക്കണം. കണ്ടോ, രക്ഷ. എന്നിട്ട് പറയുക, എന്തിനാ വളരാൻ വേണ്ടിയാ? രക്ഷയ്ക്കായി വളരുവാൻ. ഇവിടെ പറയുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഇവിടെ പറയുക,
അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. യേശു ക്രിസ്തുവിനെ ചമ്പട്ടിക്ക് അടിച്ചപ്പോ, യേശു ക്രിസ്തുവിനെ ഗബദായുടെ കൽത്തളത്തിൽ വളച്ചു നിർത്തിയപ്പോ യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവന്റെ മുതുകിനെ അവൻ അവർക്ക് കാണിച്ചു കൊടുത്തു. അനുകാരിയായിരിക്കുമെന്ന് നമ്മൾ ഓർത്തോണേ, ഇതിന്റെ ശകലഭാവയിലും നമുക്ക് വേണം. എന്നിട്ട് പറയുക, കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പൗലോസ് പറയുക ഫിലിപ്പിയിലെ, യേശുവിൻ്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകട്ടെ. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരണം. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നവരായി തീരണം. ആത്മാവുള്ളവൻ. ഇവിടെ പറയുന്നു, യേശുവിനോട് സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണം നിങ്ങൾ അറിയുന്നുവല്ലോ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കുക. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവൻ പ്രാപിച്ച പോലെ അവന്റെ ആത്മാവിന്റെ പുതുക്കത്താൽ നമ്മൾ നടക്കണം. പിടികിട്ടിയോ? ആവശ്യമില്ലാത്തതിനകത്തെല്ലാം പോയി കൈയിട്ട് കസേറയ്ക്ക് അടിയുണ്ടായിട്ട് ഇപ്പോഴും കുറച്ച് അഭിഷിക്തന്മാർ ആശുപത്രി കിടക്കുക. അവിടെ വന്നുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് പറയുന്നേ. കാലും കൈയും പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കുക. സകലത്തിൽ നിന്ന് വിടിവെക്കുന്ന യേശു പറഞ്ഞു, നീ ക്രിസ്തുവിൻ്റെ സാക്ഷിയാണെങ്കിൽ, ഹല്ലേലൂയ, നിന്നോട് ദൈവം ഒന്നേ പറഞ്ഞുള്ളൂ, കൂട്ടായ്മ ആചരിക്കാനും അപ്പം ഞുറുക്കാനും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാനാണ് ദൈവം നിന്നോട് പറഞ്ഞത്. ഹല്ലേലൂയ. ഒന്ന് വേണം, അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം ഞുറുക്കണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആരുള്ളവൻ? ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള. ജീവിച്ചെഴുന്നേറ്റ പോലെ നാം ക്രിസ്തുവിൻ്റെ എണ്ണത്തിൽ പുതുക്കത്തിൽ നടക്കണം. ദിനം പ്രതി എന്തെങ്കിലും നടക്കണ്ടേ? നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായിയായി, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ, ക്രിസ്തുവിനെ എന്നിൽ കണ്ടവൻ. പിടികിട്ടുന്നോ നിങ്ങളകത്ത്? ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിൻ്റെ ഈ പദവിയിലേക്കൊന്ന് നിങ്ങളൊന്ന് കടക്കണം. സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാൽ മാത്രം പറ്റത്തില്ല. തോണ്ടി ആഴ്ചക്കാരൻ അതിന് മാറ്റുന്നവൻ്റെ കാര്യമല്ല ഞാനീ പറഞ്ഞേ. രാവിലെ വൈകിട്ട് ദിവ്യാഗ്രഹം വിളിച്ചു പറയുന്ന കൂട്ടായ്മയുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. യേശു എന്നൊരു സമ്പന്നനെ പ്രസംഗിക്കണം. യേശു എന്നൊരു രക്ഷകനെ പ്രസംഗിക്കണം. എൻ്റെ കർത്താവ് വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ കർത്താവിൻ്റെ വരവ് ഞാനും കാണുമെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. പാപത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത ഒരുവനേ ഉള്ളൂ, അവൻ എൻ്റെ രക്ഷകനെന്ന് പറയുവാൻ എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട് ഇന്ന് പകലിൽ? ഹല്ലേലൂയ, ആമേൻ. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു? അതുകൊണ്ട് പറയുന്നത് അവൻ്റെ മരണത്തോട് സാദൃശ്യത്തോടും മരണത്തിൽ പങ്കാളികളാവാൻ സാദൃശ്യത്തോടും നാം ഏകീഭവിച്ചവരായ നാം പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. യേശുവിൻ്റെ ഉയർപ്പിനോട് നമ്മൾ ഏകീഭവിച്ചെങ്കിൽ, പിടികിട്ടിയോ? അവൻ്റെ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എന്നിട്ട് പറയാം, നാം ഇനി പാപത്തിന്റെ അടിമപ്പെടാത്തവണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനിയിപ്പോ നടക്കുന്ന ആരാ? ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയ, പഴയത് കഴിഞ്ഞു. ഇനി പഴയ മനുഷ്യൻ്റെ സ്ഥാനമുണ്ടോ? ഇല്ല. അമ്മ ഇവിടെ നോക്കിക്കോണേ. അമ്മ എലീശ പ്രവാചകനോട് പൗലോസ് എലിയാവിൻ്റെ പേരിൽ പുതപ്പിങ്ങോട്ട് വന്നപ്പോൾ പഴയതിനെ അങ്ങോട്ട് കീറിക്കളഞ്ഞു, പുതിയതിനെ അങ്ങ് ധരിച്ചു. പുതിയതിനെ ധരിച്ചിട്ട് യോർദാന്റെ മുന്നിലേക്ക് വന്നു. ആമി ആ ഏലിയാവിൻ്റെ കൂടെ നടന്ന 100 കണക്കിന് ശിഷ്യന്മാർ അക്കരെ നിൽക്കുക. എലീശ അങ്ങോട്ട് ചെന്നു യോർദാനിലേക്ക് അവൻ്റെ കയ്യിലിരുന്ന
പുതപ്പിനെ അടിച്ചപ്പോ യോർദാൻ രണ്ടായി വഴിമാറിയപ്പോ അക്കരെ നിന്നൊരു ശബ്ദമുണ്ടായി, ഏലിയാവിന്റെ ആത്മാവ് ഇവന്റെ മേലുള്ളതാ. ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ, യേശുവിന്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്. അവൻ ഞാൻ പാപത്തിൽ നടക്കാതിരിക്കുന്നത്, ശാപത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്, ഇന്ന് അനുഗ്രഹത്തിൽ നിൽക്കുന്നതിന്റെ കാരണം എന്റെ രക്ഷകൻ എന്റെ കൂടെ ഉണ്ടെന്ന് വിളിച്ചു പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഞാൻ പറയുന്നു, നീതിമാർഗത്തിൽ നടക്കാൻ റെഡിയാണെങ്കിൽ നിനക്ക് വേണ്ടത് ആമേ, നിനക്ക് വേണ്ട ആമേ, നിനക്ക് വേണ്ട അപ്പത്തെ നീ ഇറക്കേണ്ട വരത്തില്ല. നിനക്ക് വേണ്ടി ദൈവ കാക്കയെ അയച്ചുകൊണ്ടേയിരിക്കും. നീ ഇന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും ഇന്ന് ദൈവസന്നിധി നീതിയോടെ നിൽക്കാമെങ്കിൽ ദൈവം അതിനൊരു പോക്കുവഴി ദൈവം തമ്പുരാൻ ഒരുക്കും. നിന്റെ തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്നുണ്ടോ? നിന്റെ ഭവനത്തെ കുറിച്ച് ഭാരപ്പെടുന്നുണ്ടോ? ഇന്ന് ബാങ്കിന്റെ ജപ്തിയുടെ മുന്നിൽ നീ നിൽക്കുന്നുണ്ടോ? ഒരു രോഗത്തിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടോ? വഴികൾ അടഞ്ഞു പോയി തോന്നുന്നുണ്ടോ? ഇന്ന് ദൈവത്തിന്റെ നീതിയിൽ നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽ പറയണം, അവ കല്ലറയിൽ അടക്കിയ യേശുവിനെ അല്ല ഞാൻ ഇന്ന് ആരാധിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ് മഹിമയിൽ ഇരിക്കുന്ന ഉയർത്തെഴുന്നേറ്റ് മഹിമയിൽ ഇരിക്കുന്ന ആ തേജസ്സിന്റെ പ്രഭയായവൻ, അവന്റെ രക്തത്തിന്റെ മുദ്രയുള്ളവൻ ഇന്ന് പകൽ ആരാധിക്കുമ്പോൾ വിളിച്ചു പറയണം, എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു രക്ഷകനുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, നീ വീണ് കിടക്കുന്നെങ്കിലും അവൻ നിന്നെ വീണ് പോകാൻ അനുവദിക്കാത്തവൻ, ഇന്ന് നീ തളർന്നിരിക്കുന്നെങ്കിലും നീ തളർന്നു പോകാൻ അനുവദിക്കാത്ത ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. ഇന്ന് പകൽ ഈ പ്രതികൂലത്തിനകത്തുനിന്ന് യേശു പറയുക, നീ കിടക്കയെടുത്ത് ഇന്ന് കിടക്കയെടുത്ത് നടക്ക എന്ന് ആമി ആത്മാവിനകത്ത് വെളിപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് വിളിച്ചു പറ, യേശു തന്നെ എന്റെ കർത്താവ് എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ദൈവം നമ്മുടെ മേൽ വാഗ്ദത്തത്തെ ഐക്യപ്പെടുമ്പോ ഒറ്റ പക്കട് വായിച്ചാൽ അവസാനിപ്പിക്കുക. ആമി അടുത്ത ആഴ്ച കണ്ടിന്യൂഷൻ ചെയ്യുക. ആമി ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് ആരുടെ മേൽ വരണം? നമ്മുടെ മേൽ വരണം. ദൈവാത്മാവിൻ്റെ പൂർണ്ണ നടത്തിപ്പ് നിങ്ങളുടെ മേൽ വരാമെങ്കിൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ടി വരത്തില്ല. ഇന്ന് നിങ്ങൾ പല വിഷയങ്ങളിൽ വ്യാകുലപ്പെടുന്നില്ലേ? ചില രോഗങ്ങളുടെ അവസ്ഥയ്ക്കകത്തൂടെ, ചില പ്രതിസന്ധിക്കകത്തൂടെ ദൈവാത്മാവിൻ്റെ ഒരു നടത്തിപ്പ് ഒന്ന് എടുത്തു നോക്കിയേ. ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് വരുവാൻ തുടങ്ങിയാൽ ഇന്ന് പകലറിഞ്ഞു അത്ഭുതത്തിൻ്റെ വഴി തന്നെ തുറക്കും. ഹല്ലേലൂയ. അത്ഭുതത്തിൻ്റെ വാതിൽ ദൈവം തുറക്കും. കാരണം അവൻ്റെ പേര് അത്ഭുത മന്ത്രി എന്നാ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ആമി അപ്പോസ്തല പ്രവൃത്തി 2:39 വായിച്ചേ. 39 മുതൽ 41 വരെ. രണ്ടാമത്തെ അതിന് 39 വാക്യം. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന വാഗ്ദത്തം ആർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞു? നമ്മക്കൊണ്ട്, നമ്മുടെ തലമുറയ്ക്ക് വന്നു. ആണോ? അബ്രഹാമിന്റെ ദൈവം, അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ആത്മാവിൽ കൂടെ ഒന്ന് കിടപ്പുണ്ട് ഗലാത്യ ലേഖനത്തിൽ. അപ്പോൾ അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിക്കുമ്പോൾ എങ്ങനായിരുന്നു? ശൂന്യമായിരുന്നു അല്ലേ? അബ്രഹാമിനൊരു നന്മ പറയാൻ പറ്റുമായിരുന്നു? ഒന്നുമില്ല. വൃദ്ധനായിരിക്കുന്ന അബ്രഹാമും വൃദ്ധയായിരിക്കുന്ന സാറായും കൂട്ടി ഒരുമിച്ച് ദൈവം വിളിച്ച വിളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അബ്രഹാമിന് പറയുന്നുണ്ട്, ചാർച്ചക്കാരെ പ്രതിർഭവരും വിട്ടിറങ്ങി, അബ്രഹാമേ നീ ഒരു അനുഗ്രഹമാ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, നീ സകലവും വിട്ടിറങ്ങിയതാണെങ്കിൽ ദേശത്തിനകത്ത് നീ ഒരു അനുഗ്രഹമായി മാറും. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം പറഞ്ഞു, സകലതും വിട്ടിറങ്ങിയതാണെങ്കിൽ നിന്റെ ചാർച്ചക്കാരെ നോക്കാതെ, നിന്റെ പ്രതിർഭവനെ നോക്കാതെ, നിന്റെ സഹോദരന്മാരെ നോക്കാതെ, നിന്റെ സമുദായം നോക്കാതെ, നിന്റെ ജാതിയെ നോക്കാതെ ഇന്ന് നീ ഇറങ്ങി വന്നത് യേശുവിന് വേണ്ടി ഇറങ്ങി വന്നതാണെങ്കിൽ ഇന്ന് പകൽ അറിഞ്ഞോ, നിന്റെ ഉയർച്ചയുടെ പടവ് ദൈവം തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ വഴികൾ ദൈവം തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. 2026 തളർപ്പിന്റെ വർഷമാക്കി ദൈവം മാറ്റണമെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചോ, നിന്റെ ജീവിതത്തെ ദൈവം തമ്പുരാൻ മാറ്റി എഴുതോ. ദൈവം തമ്പുരാൻ മാറ്റി എഴുതുന്ന കാലം നിനക്ക് വിദൂരമല്ല. കാരണം എന്താണെന്നറിയോ? വാഗ്ദത്തം പറയുക, അത് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായി ഏവർക്കും ഉള്ളവല്ലോ. ദൈവം തമ്പുരാൻ വിളിച്ച പിതാവ് ആകർഷിക്കാതെ പുത്രന്റെ അരികിൽ ആരും വരത്തില്ലെങ്കിൽ ഞാൻ വെറുതെ വന്നതല്ല, എന്റെ തമ്പുരാൻ എന്നെ തിരഞ്ഞെടുത്തതാണെങ്കിൽ ഇന്ന് പകലറിഞ്ഞോ, നിന്റെ തലമുറയെ പോലും ദൈവം മാനിക്കാതെ വിടത്തില്ല. നീ ഈ ബൈബിൾ ചുമന്നതിന്റെ പ്രകാരത്തിനകത്തുണ്ടല്ലോ, ഈ ബൈബിൾ നീ എടുത്ത് കരത്തി വെച്ചതാണെങ്കിൽ, ഈ ബൈബിളിനെ വിശ്വസിച്ചതാണെങ്കിൽ, നീ ഞായറാഴ്ച വന്ന് ചെറിയ ഹോളിനത്തിൽ നിന്ന് ആരാധിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നീ വെറും കൈയായി പോകാൻ സ്വർഗം നിന്നെ അനുവദിക്കത്തില്ല. നിനക്കുള്ള പോക്കുവഴികളെ ഒരുക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. നിന്ന് പകൽക്കാലം ആത്മാവിനകത്ത് വിളിച്ചു പറയാ, വാഗ്ദത്തം നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരും ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ.
ഹല്ലേലൂയ. നാപാതവാക്യം പറയുക, മറ്റു പല വാക്കുകളാൽ അവൻ സാക്ഷ്യം പറഞ്ഞു, പ്രബോധിപ്പിച്ചു. വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവേ. കണ്ടോ, പത്രോസ് പറഞ്ഞു നിർത്തിയിട്ട് പറയാ, ഈ വക്രതയും കോട്ടമുള്ള തലമുറകളിൽ നിന്ന്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഇണയില്ല പിണ കൂടാൻ പോകരുത്. വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് ബന്ധം വേണ്ട. ഹല്ലേലൂയ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവുള്ളവനാ. ഇവിടെ പറയുന്നു, വക്രതയും തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ മുഴുവനും സ്നാനമേറ്റു. അവർ 3000-ഓളം പേരായിരുന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകലിൽ പറയണം, ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേലുണ്ട് നമ്മൾ പറയുന്നെങ്കിലും ആത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ മേലുണ്ടോ എന്ന് ഞാനത് കൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. അനേക സ്ഥലം കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ ചോദിച്ചാൽ, ആത്മാവ് ഉണ്ടോ ബ്രദറെ? ആത്മാവുള്ളവൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ആത്മാവുള്ളവരാണോ ഇന്നവിടെ എല്ലാം കസേരയ്ക്ക് വേണ്ടി അടിപിടി കൂടുന്നത്, കമ്മിറ്റി കൂടുന്നത്? ഹല്ലേലൂയ. പണ്ടത്തെ പിതാക്കന്മാർ ഇതിനു വേണ്ടി എന്നല്ല, എന്തിനു വേണ്ടിയാണ് കമ്മിറ്റി കൂടുന്നത്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ വിഷയം ഉണ്ടാക്കുന്നത്? എല്ലാം സമ്പത്തിനു വേണ്ടിയാണ്. ഇവിടെ ബൈബിൾ പറയുന്നു, ദിവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും കാരണമോ. പൗലോസ് പറയുന്നു, ഞാൻ സ്വന്തമായി എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചാണ് ഞാൻ ഭക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആത്മാവിൻ്റെ നിറവിനകത്ത് തിരിച്ചറിയണം. ദൈവാത്മാവ് നടത്തുന്ന വഴിയിൽ നിന്നാൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നടത്തുന്ന വഴിയിൽ നിന്നാൽ ഒരു നന്മയ്ക്കും നിങ്ങൾക്കോ നിൻ്റെ തലമുറയ്ക്കോ കോട്ടം വരത്തില്ല. ഇന്നായിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് വ്യത്യാസങ്ങൾ വരും. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഇന്നലെ കണ്ണു നടച്ച് പ്രാർത്ഥിച്ച്, അല്ല, നിൻ്റെ വ്യത്യാസങ്ങൾ തലമുറയ്ക്കകത്ത് വ്യത്യാസങ്ങൾ വരും. നിൻ്റെ തലമുറയ്ക്കകത്ത് വ്യത്യാസങ്ങൾ വരും. ഹല്ലേലൂയ. യേശു പറഞ്ഞത് പറയാൻ തുടങ്ങിയാൽ, യേശു പ്രസംഗിച്ചത് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ, യേശു പറഞ്ഞതിനെ ആരാധിക്കുവാൻ തുടങ്ങിയാൽ നിൻ്റെ ഭവനങ്ങൾ പിടിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. ആമീൻ. ഇന്ന് പകർത്താൻ ഞാൻ പറയും, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടെന്ന് പറയുന്നതിനൊന്നും വലിയ കഥയൊന്നുമില്ല. വെള്ളത്തിൽ പോയി മുങ്ങി നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. പഴയ ഒരു കാര്യം പറഞ്ഞ പോലെ, ചൊറിയണം എത്ര വെള്ളത്തിൽ മുങ്ങിയാലും ചൊറിച്ചൽ മാർഗവും ചോദിച്ച പോലെ. ആമീൻ. രക്ഷിക്കപ്പെട്ടെന്നുള്ള പേര് മാത്രം വെച്ചിട്ട് ഒരു കാര്യമില്ല. രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ നീതിക്കകത്ത് നടക്കുന്നെങ്കിൽ അവനെ കരുതുവാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. നിന്റെ വിഷയങ്ങളുടെ മുകളിൽ അത്ഭുതകരമായ വിടുതലുണ്ടാവും. നിനക്ക് വേണ്ടി ഒരു പുതിയ ദൈവപ്രവൃത്തി വരും. കാരണം നിന്റെ മേൽ പകർന്ന ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ, അത് വിശുദ്ധിയുടെ ആത്മാവ, അത് വേർപാടിൻ്റെ ആത്മാവ, നിത്യതയോളം നിന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു ആത്മാവുണ്ടെങ്കിൽ ഇന്ന് പകൽ കർത്താവിനോട് പറ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സകല തെറ്റുകളും കുറ്റങ്ങളും ഇന്ന് പകൽ ഞങ്ങൾ ഉപേക്ഷിച്ച് യേശുവെന്ന രക്ഷകന്റെ പിൻപിൽ കർത്താവെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ യേശുവിന്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ദൈവസഭയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അങ്ങയുടെ പരിശുദ്ധാത്മാവ് കർത്താവെ നീതിയോടെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർ ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ട് കർത്താവെ, അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവെ, യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥന്റെ നാമത്തിൽ കർത്താവെ, ആയിരിക്കുന്ന കുടുംബങ്ങൾ അവരുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, അവരുടെ പോറ്റി പുലർത്തണമേ, അവരുടെ ശൂന്യതകൾ മാറിപ്പോണമേ. ഭാരപ്പെടുന്ന വിഷയങ്ങളുമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവെ, അവർക്ക് വേണ്ടി വഴി തുറന്നു കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവെ, അവർക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. കർത്താവെ, ഭാരപ്പെട്ട കടഭാരത്ത് നിൽക്കുന്നവരുണ്ടല്ലോ കർത്താവെ, അവർക്ക് വേണ്ടി വിടുതലിനെ കൊടുക്കണമേ. രോഗികളായിരിക്കുന്നവരുണ്ടല്ലോ കർത്താവെ, അവരെ സൗഖ്യമാക്കണമേ. കർത്താവെ, യേശുവേ എന്ന് വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, സഭയോട് മനസ്സലിയണമേ. കർത്താവെ, ഞങ്ങളോട് മനസ്സലിയണമേ. കർത്താവെ, ജോലി ഇല്ലാതിരിക്കുന്നവരുണ്ട് കർത്താവെ, അവർക്ക് ജോലിയെ ദൈവം കൊടുക്കണമേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, അവർക്ക് നല്ല വിവാഹത്തെ ആലോചനകളെ നടത്തണമേ. സ്വർഗ്ഗത്തിലെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, ആമി കർത്താവിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങ് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, അവ തളർന്നു പോകാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾ ശക്തിയോടെ ദേശത്ത് പ്രസംഗിക്കുക, ശക്തിയോടെ യേശുവിന്റെ വരവിനെ പ്രസംഗിക്കുക. ഞങ്ങളുടെ നാവിന്മേൽ അധികാരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, യേശുവിന്റെ നാമത്തെ കർത്താവെ, കേരള സംസ്ഥാനത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള യേശുവിനെ അറിയുവാൻ, ജീവനുള്ള യേശുവിനെ കേരളം അറിയുവാൻ, ഒരുമിച്ച് ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, പട്ടണങ്ങളിൽ പറയുവാൻ, ഗ്രാമങ്ങളിൽ പറയുവാൻ, ഭവനങ്ങളിൽ പറയുവാൻ ദൈവം ഞങ്ങളുടെ മേൽ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകരെ ഈ രക്ഷകനെ കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങളുടെ നാവിന്മേൽ അധികാരം തരണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരുമ്പോൾ ഞങ്ങൾ ശക്തി ലഭിച്ചിട്ട്
യെരൂശലേമിൽ, യഹൂദിയയിലും ശമരിയിലും ലോകത്തിന്റെ അറ്റത്തോളം ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുമെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ ഓരോരുത്തരുടെ മേൽ പകർന്ന് അവരെ രക്ഷയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ പെരുപ്പത്താലും വർദ്ധനവിനാലും അനുഗ്രഹമായി മാറട്ടെ. ഇവർ വാതിലുകളെ ദൈവം തുറന്നു കൊടുക്കട്ടെ. അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവ അത്ഭുതകരമായി വിടുതൽ കൊടുത്തതിനാൽ, കർത്താവ് സൗഖ്യങ്ങൾ കൊടുത്തതിനാൽ നന്ദിയോടെ കർത്താവിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക് നൽകുന്നു. അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ.